ഓം നാസ്താം താവതീയം പ്രസൂതി സമേ ദുർവാരശൂലവ്യഥാം നൈരുച്യം ധനുശോഷണം മലമയീ ശയ്യാജ സംവത്സരീ ഏകസ്യാപി ന ഗർഭഭാരം ഭരണക്ലേശസ്യൈസ്യാം ക്ഷമോ ദാതും നിഷ്കൃതി ഉന്നതോപി തനയാ തസ്യൈ ജനന്യൈ നമാം തസ്യൈ ജനന്യൈ നമാം തസ്യൈ മമ ജനന്യൈ നമാം. ഓം അഖിലാനപരാധാൻ മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരുനാഥ ജനകായ നമോ നമഃ ജനകായ നമോ നമഃ മമ ജനകായ നമോ നമഃ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കവിദ്ധജംഭൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഓം സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഓം പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ നാരായണി നമോസ്തുതേ. ഓം ഹ്രൂം നമഃ പരായ ഗോപ്ത്രേ നമഃ. ഓം വജദ്ഭുവേ നമഃ. ഓം ഹ്രീം നമഃ. ഓം ഐം ക്ലീം രക്തേശ്വര്യേ നമഃ. ഓം നമോ നാരായണായ രക്ഷസ്വമൂർത്തേ നമഃ. പുത്തൻകാവിലമ്മേ ശരണം. പെരുമ്പാലൂരമ്മേ ശരണം. ശ്രീധർമ്മശാസ്താവേ ശരണം. ഹനുമൻ സ്വാമിയേ ശരണം. ശ്രീ അന്നപൂർണേശ്വരിയേ ശരണം. മാത്തൂർക്കാവിലമ്മേ ശരണം. സർവതാഭ്യോം ദേവതാഭ്യോം നമഃ. ഓം വാണീ ദേവി സുനീലവേണി സുഭഗേ വീണാരവം കൈതൊഴാം. വാണീ വൈഭവമോഹിനീ ത്രിജഗതാം നാഥേ വിരിഞ്ച പ്രിയേ. വാണീ ദോഷമശേഷമാശുകളവാനൻ നാവിന്മേലെപ്പോഴും വാണിയിടേണം. അതിനു നിന്നടിയിൽ ഞാൻ വീഴുന്നു മൂകാംബികേ. ത്രിമൂർത്തിം ശക്തി സംയുക്തം ശ്രീവിദ്യാമന്ത്രമാതൃകാം ശ്രീചക്രമധ്യേ നിലയാം ശ്രീ മൂകാംബികാം സദാ. ശ്രീ മൂകാംബികാം സദാ. സുഹൃത്തുക്കളായിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. അനുഗ്രഹീതമായിരിക്കുന്ന ഈ പുണ്യ ദിവസം ആനന്ദദായകമായിരിക്കുന്ന ഗുണങ്ങളോടുകൂടി അനുഭവിച്ചറിയുവാൻ നല്ലവരായിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ജഗദീശ്വരൻ നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈശ്വരീയമായിരിക്കുന്ന ഗുണങ്ങൾ നന്മയുടെ തലത്തിൽ എത്തുന്നതിന് യഥാർത്ഥമായിരിക്കുന്ന സങ്കല്പം എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സാണ് എന്ന് നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ചിന്തിക്കുകയാണ്. യോഗവാസിഷ്ഠത്തിലെ ഓരോ സങ്കല്പങ്ങളെയും നാം കേൾക്കുമ്പോഴും കാണുമ്പോഴുമൊക്കെ അതിയായിരിക്കുന്ന ഒരു വലിയ ഭയം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഭയം എന്നത് മനസ്സിൻ്റെ ഒരു പ്രക്രിയയാണ് എന്ന് പറയുന്നുണ്ട്. ആ പ്രക്രിയയുടെ കാരണം അജ്ഞാനമാണ് എന്ന് നമ്മളോട് യോഗവാസിഷ്ഠം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഭയത്തിൻ്റെ കാരണമെന്ന് പറയുന്നത് തന്നെ മറ്റ് ഒരുപാട് ഗ്രന്ഥങ്ങളെ നമ്മൾ വായിക്കുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നുണ്ട്. അതിൽ നിന്നും വളരെയധികം വ്യത്യസ്തമാണ് യോഗവാസിഷ്ഠം എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം ഓരോ സമയവും ഇതിൻ്റെ ഭാഗമായി മാറപ്പെടുമ്പോഴാണ് ഇവയുടെ ആഴം നമ്മൾ കൂടുതൽ അറിയുക എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ആഴത്തിലേക്ക് ചെല്ലുമ്പോൾ
എങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ആഴം അളക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രയാസം. നമുക്കറിയാം 2-3 സ്റ്റെപ്പ് ഇങ്ങനെ വെള്ളത്തിലിറങ്ങി ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ താഴേക്ക് ഇറങ്ങുമ്പോൾ നമ്മളുടെയൊക്കെ ഒരു പ്രതീക്ഷയുണ്ട്, ഈ സ്റ്റെപ്പുകളെല്ലാം തീർന്ന് ഇതിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന താഴെ നമുക്കൊന്ന് ചവിട്ടാം എന്ന്, ഇതിൻ്റെ നില ഇത്രയുമാണ് എന്നൊരു പ്രതീക്ഷ കൊണ്ടാണ് നമ്മൾ താഴേക്ക് ഇറങ്ങുന്നത്. താഴേക്ക് ഇറങ്ങുമ്പോൾ ഓരോ സ്റ്റെപ്പുകൾ കഴിയുന്തോറും വെള്ളം ആ പുഴയിലെ അല്ലെങ്കിൽ അതിലെ വെള്ളം ഇങ്ങനെ അല്പം ഇങ്ങനെ ഉയർന്ന് മുകളിലേക്ക് വരും. അതിനനുസരിച്ച് നമ്മൾ താഴേക്ക് ചെല്ലുകയും ചെയ്യും. താഴേക്ക് ചെല്ലുന്തോറും കാലിൽ തണുപ്പ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ താഴേക്ക് ചെല്ലുന്തോറും വെള്ളം മുകളിലേക്ക് കയറുമ്പോഴും നമ്മളുടെ മനസ്സിൽ അറിയാതെ ചെറിയ ഭയം ഉണ്ടാകില്ലേ? എന്താണ് താഴെ എപ്പോഴാണ് താഴെ എത്തുക എന്ന്. കഴുത്തോളം ആകുമ്പോൾ നമുക്കൊരു അല്പം ഒരു സംശയം വരും, ഇനിയും താഴേക്ക് ഇറങ്ങണോ, താഴേക്ക് ഇറങ്ങിയാൽ എനിക്ക് തിരിച്ചു കയറാൻ സാധിക്കുമോ എന്നുള്ളൊരു ഭയം നമുക്കുണ്ടാവും. എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ആ ഒരു തലത്തിലാണ് നിൽക്കുന്നതെന്ന് തോന്നുന്നു. കാരണം ഇനിയും സ്റ്റെപ്പുകളുണ്ട് എന്ന് ബോധ്യമാകുന്നു. കാരണം സ്റ്റെപ്പുകൾ തുടങ്ങുമ്പോൾ നമുക്ക് ആ സ്റ്റെപ്പുകളിൽ പോകുമ്പോൾ നമുക്കറിയാം ഇനിയും സ്റ്റെപ്പുകൾ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ടല്ലോ. അപ്പോൾ ഈ ഓരോ സ്റ്റെപ്പുകളും താഴേക്ക് ചവിട്ടി ഇനിയും അങ്ങോട്ട് ഇറങ്ങുന്തോറും ഇവയുടെ ആഴത്തിൻ്റെ വലിപ്പം അത്ര കണ്ടുണ്ട് എന്നുള്ളതാണ്. അതിനാണ് സ്റ്റെപ്പുകളൊക്കെ ഒരുപാട് സ്റ്റെപ്പുകൾ ഉണ്ടാകുമ്പോൾ നമുക്കറിയാം ചില സ്റ്റെപ്പുകൾ അല്പം വീതി കൂടും, അല്പം കൂടി ഒന്ന് നടക്കാൻ. അപ്പോൾ ആ വീതി ഉള്ളതിൽ കൂടി നമ്മൾ നടക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ, അപ്പോൾ ഇനി ചിലപ്പോൾ 1-2 സ്റ്റെപ്പുകളെ ഉള്ളൂ എന്ന് നമുക്ക് തോന്നും. പക്ഷേ അത്രയുമല്ല എന്ന് വീണ്ടും സ്റ്റെപ്പുകൾ തുടങ്ങുമ്പോൾ നമുക്ക് ബോധ്യമാകും. അങ്ങനെ ഒരു തലമാണ് യോഗവാസിഷ്ടം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാവരും ഈ യോഗവാസിഷ്ടം എന്ന് പറയുന്ന പുസ്തകം ഒന്ന് മേടിക്കണം. അതൊന്ന് മേടിച്ച് അതൊന്ന് വായിക്കണം. 1 തവണയോ 2 തവണയോ 100 തവണയോ വായിച്ചാൽ അതിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന തലത്തിലേക്ക് നമുക്ക് എത്താൻ പ്രയാസമായിരിക്കും. വീണ്ടും നമ്മൾ ഇതിൻ്റെ ഭാഗമായി മാറുമ്പോഴാണ് അത് ഇത്രമാത്രം കാഠിന്യമുള്ളതാണ് എന്ന് നമുക്ക് തോന്നുന്നത്. ഇന്ന് പറയാൻ പോകുന്നത് ഉൽപ്പത്തി പ്രകരണത്തിലെ 9ാമത്തെ സർഗമായിരിക്കുന്ന ലവണോപാഖ്യാനം എന്ന ഭാഗമാണ്. പേരൊക്കെ കേൾക്കാൻ വളരെ സന്തോഷമാണ്, നല്ല രസമാണ്. ലവണോപാഖ്യാനം അല്പമേ ഉള്ളൂ. ലവണമെന്ന് പല അർത്ഥങ്ങൾ അതിന് പറയാം. ലവണത്തിന് അലിയുന്നതെന്ന്, ഉപ്പെന്ന്, അങ്ങനെയൊക്കെ പല അർത്ഥങ്ങൾ പറയാം. അപ്പോൾ ഇതിൽ ഏതർത്ഥമാണ് ഇതിനെന്ന് നമുക്ക് ഒരു ചിന്തയും വരും. അപ്പം പുണ്യമായിരിക്കുന്ന ഈ ഒരു ദിവസം ഇന്നിതിൻ്റെ ഭാഗമായിട്ട് എത്തിയിട്ടുള്ള ശൈലജ പൊറ്റയിൽ നമസ്കാരം, രമ അശോകൻ നമസ്കാരം, ഗിരിജ ഗംഗാധരൻ നമസ്കാരം, അജിത മുരളി നമസ്കാരം, രശ്മി സന്തോഷ് നമസ്കാരം, രജനി രാമേന്ദ്രൻ നമസ്കാരം, കൈലാസാറെ നമസ്കാരം, ശ്രീലത ഗിരീഷ് നമസ്കാരം, വത്സല നായർ നമസ്കാരം. അപ്പോൾ ഇത് ശരിക്കും ഒരു പകലുകൾ മുഴുവൻ ചർച്ച ചെയ്തെങ്കിൽ മാത്രമേ ഈ ഒരു സ്വസ്ഥമായ ഒരു സ്ഥാനത്ത്, ഒരു തിരക്കുകളുമില്ലാത്ത ഒരു സ്ഥലത്ത് ഇതിൽ താല്പര്യമുള്ള 10 20 പേര് മാത്രം ഇരുന്നു കൊണ്ട് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് എന്ന് തോന്നുന്നു. ഇത് വസിഷ്ഠ മഹർഷി രാമനോട് മാത്രം പറഞ്ഞത് എന്താണെന്നും നമുക്ക് വളരെയധികം ഇപ്പോൾ അത് മനസ്സിലാകുന്നുണ്ടോ. കാരണം ലവണോപാഖ്യാനം എന്ന ഭാഗം അല്പം വലുതാണ്. കാരണം ഉൽപ്പത്തി പ്രകരണം ഇന്നുകൊണ്ട് ഇപ്പം തീരുകയാണ്. പക്ഷേ ഇന്ന് നമുക്ക് ഉൽപ്പത്തി പ്രകരണം ഇന്നുകൊണ്ട് അത് പൂർണ്ണമാക്കാൻ സാധിക്കുമെന്ന് സംശയമാണ്. കാരണം 2 തലത്തിലുള്ള വിഷയങ്ങളെ ഇന്നിവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഒന്ന്, മനസ്സിൻ്റെ വ്യാപ്തിയെപ്പറ്റി പറയുന്ന ഒരു ഭാഗം. 2, കാരണം മനസ്സിന് ഇന്നൊരു ദിവ്യ ഔഷധത്തെ നൽകുന്നുണ്ട് വസിഷ്ഠൻ. രാമന് ഒരു ദിവ്യമായിരിക്കുന്ന ഒരു ഔഷധത്തെ നൽകുന്നുണ്ട്. 2, വിദ്യയുടെയും അവിദ്യയുടെയും 7 തലങ്ങൾ
അവിദ്യയുടെ 7 തലങ്ങളും വിദ്യയുടെ 7 തലങ്ങളും ഇന്നിവിടെ പറയുന്നു. അത് ഇന്ന് പറയാൻ പറ്റുമോ എന്ന് സംശയമാണ്. നമുക്ക് ഇന്ന് പറയാൻ പറ്റിയില്ലെങ്കിൽ നാളെ നമുക്കത് പറയാം. അപ്പം നമുക്ക് ആദ്യം ഇന്ന് മനസ്സിലേക്ക് നൽകുന്ന ആ ദിവ്യമായിരിക്കുന്ന ഔഷധത്തെയാണ് നമ്മൾ ചിന്തിക്കപ്പെടേണ്ടത്. അപ്പോൾ ഇവയെല്ലാം ഉൾക്കൊള്ളണമെങ്കിൽ നമ്മളിൽ സാമാന്യമായിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ജെനുവിനായിരിക്കുന്ന ഒരു ചിന്ത നമ്മളുടെ മനസ്സിലുണ്ടാവും. ഏതൊരു കാര്യത്തിലും ജെനുവിനായിരിക്കുന്ന ഒരു സങ്കല്പം അല്ലെങ്കിൽ ഒരു ശുദ്ധമായിരിക്കുന്ന ഒരു സങ്കല്പം നമുക്ക് ആവശ്യമാണ്. അവയില്ലെങ്കിൽ നമുക്ക് ഈ ഒരു തലത്തിലേക്ക് ചെന്നെത്താൻ കഴിയില്ല. പണ്ട് കുറച്ച് കുട്ടികൾ ഇങ്ങനെ ഒരു നദിക്കരയിലിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾ ഇങ്ങനെ നദിക്കരയിലിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ആ കുട്ടികൾക്ക് ഒരു സാധനം കിട്ടി. നല്ല വെളുത്ത ഉരുണ്ട ഒരു സാധനം കിട്ടി. അപ്പോൾ കുട്ടികൾ ഇതെടുത്ത് ഇങ്ങനെ കളിക്കാൻ പന്താണെന്ന് കളിക്കാമെന്ന് വിചാരിച്ചു. അതിനല്പം ഒരു ഭാരമുണ്ട്. അപ്പോൾ അതിന് ഒരു ചെറിയ സുഗന്ധമുണ്ട്. അപ്പോൾ നദിക്കരയിൽ കിടക്കുന്നതിന് ഈ മണ്ണിനകത്ത് കിടക്കുന്ന മണ്ണിൽ നിന്നാണ് ആ കുട്ടികൾക്ക് അത് കിട്ടിയത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കളിക്കുമ്പോൾ മണ്ണുമൊക്കെ നമുക്കറിയാം. നമ്മൾ പണ്ട് കാലത്തൊക്കെ എപ്പോഴും മണ്ണിൽ കളിക്കുമ്പോൾ മണ്ണിൽ കുഴികൾ ഉണ്ടാക്കിയാണ് നമ്മൾ കളിക്കുന്നത് ഇല്ലേ? മണ്ണിൽ കുഴികളൊക്കെ ഉണ്ടാക്കി ആ കുഴികളിൽ നമ്മൾ പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓരോരുത്തർക്കും ഓരോ സങ്കല്പത്തിലാണ് നമ്മൾ അതിൽ എന്തെങ്കിലുമൊക്കെ നാട്ടി വെക്കുക അല്ലെങ്കിൽ പലതും ചെയ്യാറുണ്ട്. മണ്ണിൽ കളിക്കുന്നത് എപ്പോഴും നമ്മുടെ മനസ്സിനൊരു സംതൃപ്തിയും രസവുമാണ്. അപ്പോൾ അങ്ങനെ ഈ കുട്ടികൾ കളിച്ചപ്പോഴാണ് അവർക്ക് ഈ ഒരു വെളുത്ത ഒരു സാധനം കിട്ടിയത്. അപ്പോൾ കുട്ടികൾ ഇതെന്ത് ചെയ്തു? ഇതെന്താണെന്നറിയാൻ അവർക്കൊരു വലിയ ആകാംക്ഷ. ഇതെന്താണെന്ന് അറിയുവാനുള്ളൊരു ജിജ്ഞാസയോടുകൂടി കുട്ടികൾ ഇങ്ങനെ ഓരോ കുട്ടികളും ഈ കുട്ടികളുടെ ഇടയിൽ തന്നെ വലിയ ബുദ്ധിമാന്മാരും മണ്ടന്മാരും കാണും ഇല്ലേ? നമ്മുടെ കൂട്ടത്തിൽ തന്നെ പണ്ട് കുട്ടിക്കാലത്തൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ എപ്പോഴും മണ്ടത്തരങ്ങൾ പറയുന്ന ഒരാൾ കാണും നമ്മുടെ കൂട്ടത്തിൽ ഇല്ലേ? വളരെ ബുദ്ധിപരമായി ചിന്തിക്കുന്ന, ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിക്കുന്ന പഠിക്കുന്ന നല്ല കുട്ടിയും നമുക്ക് കാണും ഇല്ലേ? അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ കൂട്ടുകാരുടെ ഇടയിൽ കാണാറുണ്ട്. എപ്പോഴും എല്ലാ കാര്യത്തിനും വഴക്കുണ്ടാക്കുന്ന ഒരാൾ, എപ്പോഴും നമ്മളോട് പിണങ്ങുന്ന ഒരാൾ, അങ്ങനെ പ്രത്യേകമായിരിക്കുന്ന ചില സ്വഭാവ സവിശേഷതകളുള്ള കുട്ടികളുടെ ഒരു കൂട്ടമായിരിക്കും ഈ നമുക്ക് ഉള്ള കൂട്ടുകാരെന്ന് പറയുന്നത്. അത് ഓരോ സമയം വളരും തോറും അതിൻ്റെ വലിപ്പവും വ്യാപ്തിയും രീതികളും മാറും എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഈ കുട്ടികൾ ഇങ്ങനെ ഇരുന്നപ്പോൾ ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഇതിൽ വലിയ മണ്ടന്മാരായിട്ടുള്ളവൻ പറയും അത് വലിയ കല്ലാണ് എന്ന് പറയും. അപ്പോൾ അവൻ എന്ത് കാര്യം പറഞ്ഞാലും അത് മണ്ടത്തരമാണെന്ന് ആദ്യമേ നമ്മളങ്ങ് തീരുമാനിക്കും. എന്തെങ്കിലും മണ്ടത്തരം പറയാൻ പോവും അവൻ, ഇനി അവൻ്റെ മണ്ടത്തരം കൂടെ കേൾക്കാം എന്നൊക്കെ നമ്മൾ പറഞ്ഞ് കളിയാക്കും. അങ്ങനെയുള്ള മണ്ടന്മാരെല്ലാം ഇന്ന് ജീവിതത്തിൽ വളരെ ഉയർന്ന നിലയിലുമായിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാവും. അപ്പം അങ്ങനെ മണ്ടൻ പറഞ്ഞു ഇത് ചെറിയൊരു കല്ലായിരിക്കും, ചെറിയ കല്ല് വളർന്ന് വലിയ കല്ലായതായിരിക്കും എന്ന് ഇങ്ങനെ പലതും ഒക്കെ പറയും. അപ്പോൾ അങ്ങനെ കുട്ടികൾ ഇങ്ങനെ ഓരോന്ന് പറയുന്നതിൽ അതിൽ ബുദ്ധിയുള്ളവന്മാർ പറയും ഇത് ഒരു പ്രത്യേക തരം സാധനമാണ്, ഇത് നമ്മുടെ ഇവിടെ എങ്ങും കാണാൻ കിട്ടുന്നില്ല, ഇത് ഈ നദിക്കരയിലേക്ക് പ്രത്യേകം എവിടെ നിന്നും ഇതിൻ്റെ അകലയിൽ നിന്നും ഒഴുകി വന്ന് ഇതിവിടേക്ക് മാറി വന്നതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. അവൻ പറയുന്നതെല്ലാം നമ്മളങ്ങ് കേട്ട് വിശ്വസിക്കും. അങ്ങനെ വിശ്വസിച്ച് അവരിയ്ക്കുമ്പോഴുണ്ട് അതുവഴി ഒരാൾ നടന്നു പോകുന്നു. അപ്പം അങ്ങനെ നടന്നു പോകുന്ന ഒരാളെ കണ്ടപ്പോൾ കുട്ടികൾക്ക് കൂടുതൽ ഇതെന്താണെന്ന് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ കുട്ടികൾ വിളിച്ചു. അപ്പോൾ അവരുടെ അടുക്കലേക്ക് അദ്ദേഹം ചെന്നു. ചോദിച്ച് എന്തിനാണ് വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ചേട്ടാ ഇങ്ങനെയൊരു സാധനം കിട്ടി, ഇതെന്താണെന്നറിയാമോ? നല്ല വെളുത്ത് നല്ല ഭംഗിയുള്ള ഈ സാധനം അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇത് കയ്യിലൊക്കെ എടുത്തിട്ട് പറഞ്ഞു, ഇത് മുത്താണ് എന്ന് തോന്നുന്നു. മുത്ത എന്ന് പറയുന്നത് വളരെയധികം രത്നങ്ങളിൽ ഒന്നാണ്, നവരത്നങ്ങളിൽ പ്രധാനപ്പെട്ടതൊന്നാണ്, ചന്ദ്രന് പ്രാധാന്യമുള്ള ഒന്നാണ്. മനസ്സിനെ ശ്രദ്ധിപ്പിക്കുന്ന, മനസ്സിന് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ, മനപ്രയാസമുള്ളവർക്കൊക്കെ ഈ മുത്ത് എന്ന് പറയുന്ന ഒരു നവരത്നങ്ങളിലെ ഒരു രത്നം ധരിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്.
മാനസിക പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മനസ്സിൻ്റെ പ്രയാസങ്ങളെല്ലാം ഉണ്ടാകുന്നത് ചന്ദ്രനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. മാനസികമായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾക്കൊക്കെ കാരണക്കാരൻ ചന്ദ്രനാണ്. ചന്ദ്രൻ എന്ന് പറയുന്നത് മനസ്സിന് കാരകത്വം വഹിക്കുന്ന ആളാണ്. അപ്പോൾ മനസ്സിനെ വളരെ കാര്യമായിട്ട് നിയന്ത്രിക്കുകയും മനസ്സിനെ വ്യത്യാസപ്പെടുത്തുന്നതുമൊക്കെ ചന്ദ്രനാണ്. ചന്ദ്രനോടൊപ്പം ജാതകത്തിൽ പല ഗ്രഹങ്ങൾ നിന്നാൽ പല ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ചന്ദ്രന് പ്രാധാന്യമുള്ള ഈ പ്രത്യേകതരം കല്ലാണ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ കല്ലിൻ്റെ പൂർണ്ണമായിരിക്കുന്ന അവസ്ഥയെപ്പറ്റി അറിയാൻ നമുക്കിത് രാജാവിന് കൊണ്ടുപോയി സമർപ്പിക്കാം. അപ്പോൾ രാജാവിൻ്റെ കൊട്ടാരത്തിലാവുമ്പോൾ ഒട്ടനവധി ആൾക്കാരവിടെ ഇരിപ്പുണ്ട്. അവരിത് ഇതിനെപ്പറ്റി പരിശോധിക്കുന്ന ആൾക്കാരൊക്കെയാണ്. അപ്പോൾ അവരെ നമുക്കിത് കൊണ്ട് കാണിക്കാം. രാജാവെന്ന് കേട്ടപ്പോഴേ കുട്ടികളെല്ലാം വിറയ്ക്കാൻ തുടങ്ങി. രാജാവെന്ന് കേൾക്കുമ്പോഴേ കുട്ടികളുടെ മനസ്സിൽ ആദ്യം വരുന്നത് കിരീടവും വാളും ഒക്കെയാണ്, ഇല്ലേ? നമ്മളാണേലും പണ്ട് കുട്ടിക്കാലത്ത് കളിക്കുമ്പോൾ പ്ലാവില കൊണ്ട് കിരീടമുണ്ടാക്കും, ഇല്ലേ? കയ്യിലുമൊക്കെ രണ്ട് പ്ലാവില ഈർക്കിലൂടെയൊക്കെ വെച്ച് ഒരു കിരീടം ഉണ്ടാക്കി അതിനൊരു വലിയ ഇതുമൊക്കെ ഉണ്ടാക്കി തൊപ്പിയ പോലെയൊക്കെ വെച്ച് കയ്യിലുമൊക്കെ അങ്ങനെ കെട്ടി കൂട്ടത്തിലൊരു കമ്പെടുത്ത് ഇത് വാളാണ്, ഇത് ഉറ ഇടുകയാണെന്നൊക്കെ പറഞ്ഞ് വാളുമൊക്കെ വെച്ച്. അപ്പോൾ കുട്ടികളുടെ മനസ്സിൽ എപ്പോഴും ഉള്ളത് രാജാവെന്ന് പറഞ്ഞാൽ വാളൊക്കെ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ കുട്ടികളെ എല്ലാവരും ഉപദ്രവിക്കുന്ന ഒരാളാണ്. കൊന്നുകളയും എന്ന് പറയുന്ന, ആരെവിടെ കൊന്നുകളയും അവനെ എന്നൊക്കെയാണ് കുട്ടികളുടെ കാലത്താണെങ്കിൽ പോലും കുട്ടികളുടെ മനസ്സിലിരിക്കുന്ന രാജാവ് എന്ന് പറയുന്ന ഒരു സങ്കല്പം. അപ്പോൾ കുട്ടികൾക്ക് ഇത് കേട്ടപ്പോൾ തന്നെ വളരെയധികം ഭയമായി. അപ്പോൾ കുട്ടികൾ പറഞ്ഞു, അയ്യോ ഞങ്ങളെങ്ങും വരുന്നില്ല, ഞങ്ങൾ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞാൽ അപ്പോഴേ എല്ലാവരും ഓടി വീട്ടിൽ പോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുകയാണ് ഈ സാധനം. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇത് രാജാവിന് കൊടുത്ത് ഇത് എന്താണെന്ന് കൃത്യമായിട്ട് ഒന്ന് അറിയാം. അതോടൊപ്പം തന്നെ ഇത് നല്ലത് സാധനമാണെങ്കിൽ രാജാവിന് തന്നോട് കൂടുതൽ പ്രിയവും തോന്നും. അപ്പോൾ രണ്ട് ഗുണങ്ങളാണ്. രാജാവിൽ നിന്ന് ഒരുപാട് നല്ല സമ്മാനങ്ങൾ കിട്ടി, ഇത് തൻ്റെ കയ്യിൽ ഇരുന്നിട്ട് ഒരു പ്രയോജനവുമില്ല. അങ്ങനെ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് ഇദ്ദേഹം ചെന്നിട്ട് ഈ സാധനം രാജാവിൻ്റെ മുമ്പിൽ പറഞ്ഞു, രാജാവ് ഇത് മുത്താണ്, നദിക്കരയിൽ നിന്ന് കിട്ടിയതാണ്, അവിടെ കുറേ കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ കിട്ടിയതാണ്, ഈ മുത്ത് വളരെ വിശേഷമായതാണ് എന്ന് തോന്നുന്നു, അതുകൊണ്ട് ഈ മുത്ത് രാജാവിന് ഞാനിത് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് ഇതെടുത്ത് നോക്കിയപ്പോൾ കൊള്ളാം, ഇത് വളരെയധികം ഇതുവരെ കാണാത്തൊരു സാധനമാണ്, ഇതെന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് ഇത് രത്നങ്ങളെയൊക്കെ അവിടെ നോക്കുന്ന അതിൻ്റെ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ളവരെ വിളിച്ചിട്ട് അവരുടെ കയ്യിൽ ഇത് കൊടുത്തിട്ട് രാജാവ് ചോദിച്ചു ഇതെന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ അവരിത് കൊണ്ടുപോയി പരിശോധനകളൊക്കെ നടത്തി തിരിച്ചു കൊണ്ടുവന്നിട്ട് പറഞ്ഞു, രാജാവ് ഇത് മുത്തല്ല, പക്ഷെ പവിത്രമായത് എന്തോ ഒന്നാണ്, ഇതെന്താണെന്ന് കൃത്യമായിട്ട് അറിയുന്നില്ല. അപ്പോൾ ഇതെന്താണ് അറിയേണ്ടത് എന്നുള്ളതിനെപ്പറ്റി നമുക്ക് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ഇതെല്ലാം കേട്ടുകൊണ്ട് രാജാവിൻ്റെ മന്ത്രിയായ ഒരു ബുദ്ധിമാനായിരിക്കുന്ന ഒരാളുണ്ട്. ബുദ്ധി എന്ന് പറയുന്നത് യുക്തിബോധവും കൂടിയുള്ള ഒരാളാണ്. അദ്ദേഹം ഇത് മേടിച്ചിട്ട് പറഞ്ഞു, ഇത് എന്താണെന്ന് ഞാൻ ഇപ്പോൾ അറിഞ്ഞിട്ട് വരാം. അപ്പം വലിയ ആൾക്കാരെല്ലാം രത്നങ്ങളാണോ എന്നുള്ള പരിശോധനകളൊക്കെ നോക്കിയപ്പോൾ ഇത് രത്നമേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. അപ്പോൾ ഇത് ആ മേഖലയിൽ ഉള്ളതല്ലെങ്കിൽ ഇത് മറ്റേതെങ്കിലും മേഖലയിൽ ഉള്ളതാകാം എന്ന് വിചാരിച്ച് അദ്ദേഹം എന്ത് ചെയ്തു, തൻ്റെ വീട്ടിലേക്ക് ഇത് കൊണ്ടുവന്നിട്ട് തൻ്റെ വീട്ടിൽ നിൽക്കുന്ന ഒരുപാട് കോഴികളുണ്ട്, കോഴികളുടെ മുമ്പിലേക്ക് ഇത് കൊണ്ടുപോയി വെച്ചു. ഇത് കണ്ട ഉടനെ കോഴികൾ ഓടി വന്നിട്ട് ഇതിൽ കൊത്തിയപ്പോൾ ഇതിന് സുഷിരങ്ങൾ വീണു. ഉടൻ തന്നെ മന്ത്രി ഇതെടുത്തുകൊണ്ട് രാജാവിൻ്റെ അടുക്കൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു, രാജാവ് ഇത് രത്നമൊന്നുമല്ല, ഇത് എന്തിൻ്റെയോ ഒരു വിത്താണ്. അപ്പോൾ ചോദിച്ചു ഇതെങ്ങനെ മനസ്സിലായി നിനക്ക്? അപ്പോൾ പറഞ്ഞു, മറ്റെന്തെങ്കിലും ആണെങ്കിൽ മൃഗങ്ങളുടെ മനസ്സിൽ ഒരിക്കലും കളങ്കമില്ല, അവർക്ക് എപ്പോഴും എല്ലാ കാര്യങ്ങളും എളുപ്പം മനസ്സിലാകുന്നവരാണ്. അവർക്കിത് വിത്താണെന്ന് മനസ്സിലാക്കി അവരിത് കഴിക്കാനായി നോക്കി, കണ്ടു ഇതിൽ സുഷിരങ്ങളൊക്കെ വീണത്. അപ്പോൾ ഇത് എന്തു തരം വിത്താണ്? ഇത് ഇപ്പം ഈ വിത്ത് തന്നെ ഇത്രയുണ്ടെങ്കിൽ ഇതിൻ്റെ ഫലങ്ങളൊക്കെ എന്തായിരിക്കും? അതുകൊണ്ട് ഇതെന്താണെന്നൊന്ന് അറിയാൻ എന്താണ് മാർഗം എന്ന് മന്ത്രിയോട് ചോദിച്ചപ്പോൾ മന്ത്രി പറഞ്ഞു, ഇത് കൃഷിയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഇതറിയണമെങ്കിൽ നല്ല കൃഷിക്കാരെ ആരെങ്കിലും വിളിച്ചു കൊണ്ടുവരണം. അങ്ങനെ ആ നാട്ടിലെ ഏറ്റവും നല്ല കൃഷിക്കാരനായിരിക്കുന്ന ഒരാളുണ്ട്. അദ്ദേഹം വളരെ വൃദ്ധനാണ്, നടക്കാൻ വയ്യ, രണ്ട് കൈകൊണ്ടും രണ്ട് കമ്പും ഒക്കെ കുത്തി പ്രായമായി നെറ്റി മുഖമൊക്കെ ശരീരമൊക്കെ ചുളിഞ്ഞ് ഒക്കെ ഇരിക്കുന്ന ഒരാളാണ്.
അദ്ദേഹത്തെ എല്ലാവരും കൂടെ പോയി പൊക്കിയെടുത്തുകൊണ്ട് ഭടന്മാരൊക്കെ കൊണ്ടുവന്ന് കൊട്ടാരത്തിൽ കൊണ്ടുവന്നു. അദ്ദേഹം ഇതെടുത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഇതെന്തോ വിത്താണ് എന്ന് തോന്നുന്നു, പക്ഷേ എനിക്കിതറിയില്ല. ഇതറിയാൻ പറ്റുന്ന ഒരാളെന്ന് പറയുന്നത് എൻ്റെ അച്ഛനാണ്. അപ്പോൾ അവിടെ കൊട്ടാരത്തിൽ ഇരുന്നവരെല്ലാം ഞെട്ടി. കാരണം ഈ വന്നിരിക്കുന്ന ആളിന് വളരെയധികം പ്രായമുണ്ട്. അദ്ദേഹം മരിക്കാൻ ഏത് നിമിഷവും മരിക്കാമെന്നുള്ള ആളാണ് പ്രായാധിക്യം കൊണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമുക്ക് കാണണമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ അച്ഛനെ കൊണ്ടുവന്നപ്പോഴുണ്ട് മകൻ 2 വടിയും കുത്തി നടക്കുന്ന ആളാണ് ഈ ആദ്യം വന്ന ആൾ. പക്ഷേ അച്ഛൻ വന്നത് 1 വടി കുത്തി മാത്രമാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ മുടിയൊന്നും അങ്ങനെയൊന്നും കൊഴിഞ്ഞിട്ടൊന്നുമില്ല. അദ്ദേഹം ഒരല്പം ആരോഗ്യവാനൂടാണ്. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ഇത് നോക്കിയിട്ട് പറഞ്ഞു, ഇതെന്തോ വിത്താണെന്ന് എനിക്കും തോന്നുന്നു. ഇതറിയാൻ പറ്റിയ ഒരാൾ എൻ്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അങ്ങനെയെങ്കിൽ അച്ഛനെ എന്ന് കാണിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ കേട്ടവർക്ക് വീണ്ടും അതിശയമായി. കാരണം ഇങ്ങനെ ഒരു വിത്ത് എങ്ങനെയാണ്, ഇത്രയും പ്രായമുള്ള മറ്റൊരാൾ എവിടെയായിരിക്കും, അദ്ദേഹം എങ്ങനെയായിരിക്കുമെന്ന് വിചാരിച്ച് അദ്ദേഹത്തിൻ്റെ അച്ഛനെ വിളിച്ചു കൊണ്ടുവന്നു. ഇദ്ദേഹത്തിൻ്റെ അച്ഛനെ വിളിച്ചു കൊണ്ടുവന്നപ്പോഴുണ്ട് ഇദ്ദേഹം ആദ്യത്തെ ആൾ 2 വടി കുത്തുന്നു, അദ്ദേഹത്തിൻ്റെ അച്ഛൻ 1 വടി കുത്തി നടന്നു. ഈ വന്ന മുത്തച്ഛൻ, ആദ്യം വന്ന ആളുടെ മുത്തച്ഛനായിട്ടുള്ള ആൾ വടിയൊന്നും കുത്താതെ നല്ല ആരോഗ്യവാനായിട്ടാണ് വന്നത്. അപ്പോൾ ചോദിച്ചത് എന്താണ്? അപ്പോൾ ഇദ്ദേഹം ഇത് നോക്കിയിട്ട് പറഞ്ഞു, ഇത് എൻ്റെ കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ട് ഞാൻ ഈ വിത്ത്. ഇത് വളരെ കൃഷി ചെയ്യുന്ന ഒരു വിത്താണ്. അപ്പോൾ ചോദിച്ചു, ഇതെങ്ങനെ കൃഷി ചെയ്യും? അപ്പോൾ പറഞ്ഞു, പണ്ട് കാലത്തൊക്കെ ഈ വിത്ത് വിതച്ച് ഇത് കിളിച്ച് ഇതിൽ നിന്നും ഫലങ്ങൾ ഉണ്ടായി ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ഈ മണ്ണിലേക്ക് തന്നെ കൊടുക്കും. ഒരിക്കലും കൃഷി ചെയ്യുന്നത് ഒരിക്കലും ലാഭത്തിന് വേണ്ടിയിട്ടാകരുത്. മണ്ണിൻ്റെ മണം, മണ്ണിൻ്റെ ഗുണം എന്ന് പറയുന്നത് അത് പ്രകൃതി നമുക്ക് നൽകിയ ഏറ്റവും വലിയ വരദാനമാണ്. നമുക്കറിയാം, ഇപ്പോൾ വന്നിട്ടുണ്ട് പ്രകൃതിയുടെ കൂട്ടുകാർ. ഫേസ്ബുക്കിലൊരു വലിയ പേജ് തന്നെയുണ്ട്. കൃഷിയെയും പ്രകൃതിയെയും പറ്റി വളരെയധികം കാര്യമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു ഗ്രൂപ്പാണ് പ്രകൃതിയുടെ കൂട്ടുകാർ. എൻ്റെ വലിയ സുഹൃത്താണ് അദ്ദേഹം. എൻ്റെ ശിവപുരാണം നടക്കുമ്പോൾ, കുടശനാട് നടക്കുമ്പോൾ അദ്ദേഹം അവിടെ കാണാൻ വരികയും ചെയ്തു. കൃഷിയുമായി ബന്ധപ്പെട്ട്, പ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന വലിയൊരു കൂട്ടായ്മ അവർ കൂടെയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഈ വിത്ത്, അപ്പോൾ ചോദിച്ചാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് മനസ്സിലായി? അതിനും പറഞ്ഞു, ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഞാനിതൊക്കെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് കഴിഞ്ഞ് പോകാൻ തുടങ്ങിയപ്പോൾ കൊട്ടാരത്തിലുള്ളവർക്കെല്ലാവർക്കും കൂടി ഒരു സംശയം. കൊച്ചുമകൻ ഇത്രയും പ്രായമായിരിക്കുന്നു, അതിൻ്റെ 3 ഇരട്ടി പ്രായമുള്ള മുത്തശ്ശൻ എന്താണ് ഇത്രയും ആരോഗ്യം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നിഷ്ഠ അതായിരുന്നു. ഈ ജീവിത നിഷ്ഠ എന്ന് പറയുന്നത് മനസ്സിനുണ്ടാക്കുന്ന ഒരു ബലമാണ്. അപ്പോൾ അങ്ങനെ ജീവിതത്തിൽ നമ്മൾ കൃത്യമായിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യുവാനായി തുടങ്ങുമ്പോൾ എപ്പോഴും നമ്മൾ അവയുടെ ഒരു നല്ല അപ്പുറവും കൂടി നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഇത് മനസ്സിൻ്റെ ബലമാണ് എന്നുള്ളതാണ്. ഒരു കാര്യം ചെയ്യുമ്പോൾ അവിടെ മനസ്സ് ശുദ്ധതയോടുകൂടി കർമ്മങ്ങൾ ചെയ്താൽ ആ ചെയ്യുന്നതിൻ്റെ ബലം നമ്മളുടെ ശരീരത്തെയും അത് ബാധിക്കും. കഴിക്കുന്ന ആഹാരം നമ്മളുടെ മനസ്സിനെ ബാധിക്കുമെന്നാണ് നിയമം. അന്നം ഹി മന എന്നൊരു നിയമമുണ്ട്. അപ്പോൾ കഴിക്കുന്ന ആഹാരം നമ്മളുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നതാണ് എങ്കിൽ കഴിക്കുന്ന ആഹാരം എന്ന് പറയുന്നത് എത്രമാത്രം ശുദ്ധമായിരിക്കണമെന്നും നമ്മളോട് പഠിപ്പിച്ചു തരുന്നു. അപ്പോൾ ഈ കഥ എനിക്കിന്ന് കിട്ടിയത് എൻ്റെ മകന് എൻ്റെ വൈഫ് പറഞ്ഞു കൊടുക്കുന്ന അവരുടെ സ്കൂളിലെ മലയാള പാഠാവലിക്കകത്ത് ഈ കഥയുണ്ട്. അപ്പോൾ ഇത് ഇന്ന് എൻ്റെ മകന് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടപ്പോഴാണ് ഈ കഥ കൊള്ളാം എന്ന് തോന്നിയത്. അത് നിങ്ങളുമായി ചർച്ച ചെയ്യണം എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ജീവിതത്തിൽ ഇപ്പം അതുമായി ബന്ധപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് ഇന്ന് വന്നിരിക്കുന്നതും. കാരണം ലവണോപാഖ്യാനത്തിനകത്തിൽ വസിഷ്ഠ മഹർഷി പറയുന്നുണ്ട്, രാമ, മനസ്സ് ചെയ്തതെന്തോ അത് മാത്രമാണ് എന്നും നമ്മൾ ചെയ്തതായി കരുതേണ്ടത്. കുറേ ആൾക്കാരൂടെ വന്നിട്ടുണ്ട്. രാജീവ് പ്രകാശ്,
നമസ്കാരം. സുലേഖ മേനോൻ നമസ്കാരം. ബിജു എം നായർ നമസ്കാരം. പ്രകൃതി കൂട്ടുകാർ പ്രത്യേക നമസ്കാരം, എൻ്റെയും കൂട്ടുകാരാണവർ. ബിനു പിള്ള നമസ്കാരം. ശ്രീദേവി ശ്രീദേവി ചേച്ചി നമസ്കാരം. രമ അശോകൻ നമസ്കാരം. ഭാഗ്യരാജിനെ ഒരുപാട് കാലമായി കണ്ടിട്ട്. ഭാഗ്യരാജ് വളരെ തിരക്കിലാണ് എന്ന് തോന്നുന്നു. ഭാഗ്യരാജ് എന്നും 9 മണിക്ക് നമ്മൾ ലൈവ് ഉണ്ട്. പണ്ട് സ്ഥിരം എത്തുന്ന ഒരാളാണ് നിസാം പോയുള്ള. അദ്ദേഹമൊക്കെ സ്ഥിരമായി എത്തുന്നവരാണ്. ഇപ്പം എല്ലാവർക്കും കോവിഡിൻ്റെ ആ ഒരു തിരക്കൊന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും കോവിഡിനെ പറ്റിയുള്ള ഭയം മാറിയപ്പോൾ എല്ലാവരും തിരക്കിലായി. അപ്പോൾ അങ്ങനെ വസിഷ്ഠ മഹർഷി രാമനോട് പറയുന്നുണ്ട്, രാമ, നമ്മുടെ മനസ്സ് എന്ത് ചെയ്തോ അതാണ് ചെയ്തത് എന്ന് മനസ്സിലാക്കണം. മനസ്സുകൊണ്ട് പരിത്യജിച്ചത്, മനസ്സുകൊണ്ട് നമ്മൾ ഒരു കാര്യം വേണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും വേണ്ട എന്ന് തന്നെ ആയിരിക്കണം. പണ്ട് കാലത്ത് നമുക്കറിയാം, കാശിയിൽ പോകുന്ന സമയത്ത് കാശിയിൽ ചെന്ന് എന്തെങ്കിലും ഒന്ന് ഉപേക്ഷിക്കണം എന്ന് പറയും. അതെന്തിനാണ് കാശിയിൽ ചെന്ന് ഉപേക്ഷിക്കണമെന്ന് പറയുന്നത്? നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കുന്നത് എന്തും നമുക്ക് കാശിയിൽ ഉപേക്ഷിക്കാം എന്നാണ് നിയമം. അതാണ് അന്നത്തെ കാലത്ത്, പണ്ട് കാലത്ത് പലരും കാശിയിൽ പോയിട്ട് തിരിച്ചു വരില്ല. കാരണം ഏറ്റവും കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെടുന്നത് നമ്മളെ തന്നെയാണ്. നമ്മളെ തന്നെ അവിടെ നമ്മൾ ഉപേക്ഷിച്ചിട്ടേ പോരത്തുള്ളൂ. ചിലരൊക്കെ ഉണ്ട്, ഇപ്പോഴത്തെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ ചെന്ന് കൂട്ടാനെല്ലാം ഉപേക്ഷിക്കുകയാണ്. ഒരാൾ അവിയൽ ഉപേക്ഷിക്കും, ഒരാൾ പുളിശ്ശേരി ഉപേക്ഷിക്കും, ഒരാൾ അത്താഴം ഉപേക്ഷിക്കും, അപ്പം അരിയാഹാരം ഉപേക്ഷിക്കും. ഞാൻ അത്താഴത്തിന് അരിയാഹാരം ഇനിയും കഴിക്കത്തില്ല, അതാണ് ഉപേക്ഷിക്കുന്നത്. ചിലർ പപ്പടം ഉപേക്ഷിക്കും. അങ്ങനെ പലരും ഇപ്പോൾ ആഹാരത്തിനോടെ ഉള്ളൂ, ബാക്കിയുള്ളതൊന്നും ഉപേക്ഷിക്കാൻ അവർ തയ്യാറല്ല. തമാശയ്ക്കാണ് പലപ്പോഴും പറയും, ഭാര്യയും ഭർത്താവിടെ പോകുമ്പോൾ പറയും, നിന്നെ ഞാനവിടെ ഉപേക്ഷിക്കാൻ പോവുകയാണ്. വെറുതെയാണ് പറയുന്നതെങ്കിൽ പോലും ചില വാക്കുകൾ ചിലപ്പോൾ നമ്മൾ പറയില്ല, അറം പറ്റിയതുപോലെ ആകുമെന്നൊക്കെ പറഞ്ഞ പോലെ. അങ്ങനെ ഒരു പ്രാവശ്യം വായിച്ചു, അവസാനം കട്ടിയാണ്. അതെ, ഇപ്പോഴേ എനിക്ക് ശ്രീ നടേശൻ സാർ പറഞ്ഞതുപോലെ ഇത് വളരെ കട്ടിയുള്ള കാര്യമാണ്. ഇത് വായിക്കും തോറും ഇതെനിക്ക് തോന്നുന്നു, ഇത് ഒരു 10 വർഷം നമ്മളിത് വായിച്ചെങ്കിലേ ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം നമുക്ക് പിടികിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ജീവിതത്തിൽ പാലാഴി കടയുന്ന സമയത്ത് മന്ധരപർവ്വതം ചലിക്കാതിരുന്നുവെങ്കിൽ പാലാഴിയും നിശ്ചലമാകും. ഇതൊരു വലിയ സത്യമാണ്. നമ്മൾ പാലാഴിയിൽ നിന്നും മന്ധരപർവ്വതത്തെ കടഞ്ഞാണ് അമൃതെടുത്തത്. അപ്പോൾ മന്ധരപർവ്വതം നന്നായിട്ട് കടഞ്ഞപ്പോൾ ആ പാലാഴിയിൽ നിന്നും അമൃത് മുകളിലേക്ക് കയറി വരണമെങ്കിൽ ഈ മന്ധരപർവ്വതം നന്നായി പ്രയത്നിച്ചിട്ടാണ്. അപ്പോൾ ഈ പ്രയത്നത്തിന് ആവശ്യമായിരിക്കുന്ന മന്ധരപർവ്വതം അവിടെ അതിന് തയ്യാറല്ലായിരുന്നുവെങ്കിൽ ഈ പാലാഴിയും നിശ്ചലമായിരുന്നേനെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അമൃത് ലഭ്യമാകുകയുമില്ല. അപ്പോൾ ഇതിനൊക്കെ കാരണമെന്ന് പറയുന്നത് മനസ്സിൻ്റെ ഒരു ബലം, അല്ലെങ്കിൽ മനസ്സിൻ്റെ ഒരു കൃത്യമായിരിക്കുന്ന അവസ്ഥയെ നമ്മൾ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അതിനൊരു പ്രധാനമായിരിക്കുന്ന ഒരു ദിവ്യ ഔഷധമുണ്ട് രാമ. ആ ദിവ്യ ഔഷധത്തെയാണ് ഇന്ന് നിനക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് എന്ന് രാമനോട് വസിഷ്ഠ മഹർഷി പറയുന്നുണ്ട്. അപ്പോൾ പറഞ്ഞ് എന്താണ് മനസ്സിൻ്റെ പ്രയാസങ്ങൾ മാറാനുള്ള ദിവ്യമായിരിക്കുന്ന ഔഷധം? അപ്പോൾ അതിന് വസിഷ്ഠ മഹർഷി പറഞ്ഞു കൊടുക്കുന്ന ദിവ്യമായിരിക്കുന്ന ഔഷധം പറയുന്നത് ഇതാണ്. ഈ ദിവ്യ ഔഷധം വളരെ സ്വാദിഷ്ടമാണ്. അത് നമ്മളുടെ കൈവശം തന്നെയുണ്ട്. അതെന്ത് ചെയ്യണം? ഇത് സേവിച്ചാൽ രോഗം മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായിരിക്കുന്ന സംശയവുമില്ല. അപ്പോൾ ചോദിച്ചു, എന്താണ് ആ ദിവ്യമായിരിക്കുന്ന ഔഷധം? അപ്പോൾ വസിഷ്ഠ മഹർഷി പറയുന്നുണ്ട്, ഒരാൾക്ക് ഇഷ്ടമാണ് എന്ന് തോന്നുന്ന വസ്തുവിനെ മനസ്സുകൊണ്ട് ഉപേക്ഷിക്കുക. ഒരാൾക്ക് ഇഷ്ടമുള്ളതാണ് എന്ന് നമുക്ക് തോന്നിയ കാര്യം നമ്മൾ മനസ്സുകൊണ്ട് ഉപേക്ഷിക്കുക. പലപ്പോഴും നമ്മൾ മനസ്സിന് വേദന ഉണ്ടാകുന്നത് അപ്പുറത്തെ വീട്ടിൽ ഇന്ന കാര്യങ്ങളുണ്ട്, അതുപോലെ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ, അതുപോലെ എനിക്ക് മാറാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് മറ്റുള്ളവരെ കണ്ട് നമ്മൾ മറ്റുള്ളവരെ പോലെയാകാൻ ഒരുപാട് പരിശ്രമിക്കും. അപ്പോൾ ഈ പരിശ്രമങ്ങൾ പലപ്പോഴും ആ ആൾ ചെയ്യുന്നത് പോലെ നമുക്ക് ചെയ്താൽ സാധിക്കണമെന്നില്ല.
അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമ്മൾ വളരെയധികം മാനസികമായി തകരുന്നു. അപ്പുറത്തെ വീട്ടിൽ ഒരു നല്ല കാറ് മേടിച്ചു, അപ്പോൾ ഇപ്പുറത്തെ വീട്ടിൽ വലിയ ബഹളമാണ്. അപ്പുറത്തെ വീട്ടിലെ ആൾക്ക് ഒരു കാറ് മേടിക്കാമെങ്കിൽ എന്താ ഇവിടെ ഒരു കാറ് മേടിച്ചാൽ എന്താ, നമുക്ക് എന്തിൻ്റെ കുറവാണുള്ളത് എന്ന് വിചാരിക്കും. അപ്പുറത്ത് കാറ് മേടിച്ചതേ നമുക്കറിയത്തുള്ളൂ. അപ്പുറത്ത് കാറ് മേടിച്ചിട്ട് അവർ ആവശ്യത്തിന് പുറത്തു പോകുന്നത് കാണുമ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ചു പോകുന്നതേ നമ്മൾ കാണുന്നു. പക്ഷേ ഇവിടെ നമ്മളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നമുക്കിത് അപ്പുറത്തെ വീട്ടുകാരൻ വാഹനം മേടിച്ച് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് നമുക്കറിയാവുന്നത് എങ്ങനെയാണ്? അവസാനം നമ്മൾ ഈ നിർബന്ധത്തിന് വഴങ്ങി നമ്മളൊരു വാഹനം മേടിച്ച് കഴിയുമ്പോൾ നിർബന്ധിച്ചവരാരും പിന്നെ കാണത്തില്ല. ഇത് മേടിച്ചവനാണ് പിന്നീട് ഇതുകൊണ്ട് പാടുപെടുന്നത് മുഴുവൻ. വണ്ടി മേടിച്ചു, വണ്ടിക്ക് മാസാമാസം CC അടയ്ക്കണം, അതൊരു കാര്യം, അതൊരു വലിയ കാര്യം തന്നെയാണ്. പിന്നെ ഇതെല്ലാം രജിസ്റ്റർ എല്ലാം ചെയ്ത് ഇതിന് ഇന്ധനം അടിക്കുന്നത് മറ്റൊരു കാര്യം. പോകാം, നമുക്ക് തിരുവനന്തപുരത്തിന് പോട്ടെ എന്ന് പറഞ്ഞത് കൊണ്ടൊന്നും കാര്യമാകുന്നില്ല. ആ തിരുവനന്തപുരം വരെ ഈ വണ്ടി പോകണമെങ്കിൽ അതിന് ഇന്ധനം ഒഴിക്കണം. ആ ഇന്ധനത്തിന് പൈസ വേണം. ആ പൈസ വേണമെങ്കിൽ ഇത് മേടിച്ചവൻ തന്നെ കാശ് മുടക്കിയേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിനെല്ലാം പ്രേരിപ്പിക്കുന്നതും അല്ലെങ്കിൽ ഇതിനെയെല്ലാം നമ്മളെ നമ്മളോട് കൂടുതൽ നിർബന്ധങ്ങൾ പിടിക്കുന്നതുമായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ മറ്റൊരാൾ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ട് ഒരിക്കലും അതുപോലെ ആകാൻ നമുക്കൂടെ സാധിക്കണമെന്ന് നമ്മൾ നിർബന്ധം പിടിക്കാൻ പാടില്ല. അപ്പുറത്തെ ഒരാൾ നല്ല കാര്യം ചെയ്തു, ഞാനും നോക്കട്ടെ അതുപോലൊരു നല്ല കാര്യം ചെയ്യാം എന്ന് കണ്ടു പഠിക്കുന്നത് പോലെയല്ല, അതുപോലെയാകാൻ നമ്മൾ ഒരിക്കലും പരിശ്രമിക്കരുത്. അതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാകുകയുമില്ല. അപ്പോൾ രാമനോട് പറയുന്നുണ്ട്, മറ്റൊരാൾക്ക് നല്ലതെന്ന് തോന്നിയ കാര്യം, ഒരാൾക്ക് ഇഷ്ടമായി എന്ന് തോന്നുന്ന ഒരു കാര്യം നമ്മൾ ഉപേക്ഷിക്കുക. അത് മനസ്സിൽ ഒരു കാര്യം നമുക്ക് ഉപേക്ഷിക്കണമെങ്കിൽ, മനസ്സുകൊണ്ട് ഉപേക്ഷിക്കണമെങ്കിൽ വലിയ പ്രയാസമാണ് ജീവിതത്തിൽ. അപ്പോൾ അങ്ങനെ ജീവിതത്തിൽ ചിലതിനെ ഉപേക്ഷിക്കുവാനുള്ള മാനസികമായിരിക്കുന്ന അവസ്ഥയെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ മനസ്സിനെ മനസ്സുകൊണ്ട് തന്നെ മാറ്റിയെടുക്കണം. ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനത്തിൽ ഒരു ചെളി പറ്റിയെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ച് അത് കഴുകിക്കളയുന്നു, ഇല്ലേ? കഴുകിക്കളയുമ്പോഴാണ് അത് വൃത്തിയാകുന്നത്. അതുപോലെയാണ് മനസ്സിലൊരു ആഗ്രഹം നമുക്കുണ്ടായിട്ടുണ്ട് എങ്കിൽ ഈ ആഗ്രഹത്തിനെ മനസ്സുകൊണ്ട് തന്നെ നമ്മൾ ഇല്ലാതാക്കണം. ഒരു ഇരുമ്പ് മുറിക്കണമെങ്കിൽ ഇരുമ്പ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയത് കൊണ്ടേ നമുക്കതിനെ മുറിച്ചെടുക്കാൻ സാധിക്കത്തുള്ളൂ. ഇരുമ്പിനെ മരം കൊണ്ട് നമുക്ക് മുറിക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ കട്ടിയുള്ള ഇരുമ്പിനെ മുറിക്കണമെങ്കിൽ ഇരുമ്പ് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ മനസ്സിനെ നിയന്ത്രിക്കണമെങ്കിൽ, മനസ്സിൻ്റെ ബുദ്ധിമുട്ടുകളെ ഇല്ലാതാക്കണമെങ്കിൽ മനസ്സുകൊണ്ട് തന്നെ നമുക്ക് സാധിക്കത്തുള്ളൂ. അതിനെന്ത് ചെയ്യണം? മനസ്സിനെ മൂർച്ചയുള്ള ഒരു വാളാക്കി നമ്മൾ മാറ്റണം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മാനസികമായിരിക്കുന്ന ഒരു ധൈര്യം നമുക്കുണ്ടെങ്കിൽ, പ്രായോഗികമായിരിക്കുന്ന ബലം, ബുദ്ധി എന്നിവ നമുക്കുണ്ടെങ്കിൽ നമുക്ക് എന്തിനേയും നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാൻ സാധിക്കും. ഈ ലോകത്ത് നമുക്ക് പ്രിയപ്പെട്ടതെന്ന് പറയുന്നതൊന്നും നമ്മളുടെ പ്രിയപ്പെട്ടതല്ല. നമുക്ക് നല്ലതെന്ന് തോന്നിയതൊന്നും ഒരു പക്ഷേ മറ്റൊരാൾക്കും നല്ലതാകണമെന്നില്ല. ഏത് തലത്തിലായിരുന്നാലും ശരി, എന്തിനേയും ഉൾക്കൊള്ളുവാനും തള്ളിക്കളയുവാനും എല്ലാം സാധിക്കുന്നത് മനസ്സുകൊണ്ടാണ്. കാരണം ക്രിയകൾ ചെയ്യുന്നത് മനസ്സാണ്. യഥാർത്ഥമായിരിക്കുന്ന ക്രിയ ചെയ്യുന്നത് മനസ്സാണ്. നമ്മൾ വിചാരിക്കും ശരീരമാണ് എന്ന്. ശരീരം കൊണ്ടല്ല നമ്മൾ യഥാർത്ഥമായിരിക്കുന്ന ക്രിയകൾ ചെയ്യുന്നത്, മനസ്സുകൊണ്ടാണ്. അതുകൊണ്ട് മനസ്സിനെ ജയിക്കുവാനായി നമുക്ക് സാധിക്കണം. ഇപ്പോൾ നമുക്കറിയാം, എന്തെങ്കിലും ഒരാൾ അത് എളുപ്പമൊന്നും മനസ്സിലാകുന്നത് നമ്മൾ കുട്ടികളിലാണ്. അപ്പോൾ മറ്റൊരു കുട്ടി എന്തെങ്കിലും ഒരു കളിപ്പാട്ടം മേടിക്കുമ്പോഴത്തേക്കും കാണുമ്പോഴത്തേക്കും നമ്മുടെ കുട്ടികളിൽ ഉണ്ടാകുന്ന ഇത് അവരുടെ സ്വന്തമാക്കുവാൻ കാണിക്കുന്ന അവരുടേതായിരിക്കുന്ന അവസ്ഥകൾ, അത് നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കുട്ടിക്കും അതൊക്കെ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് നമ്മൾ പല വഴക്കുകളൊക്കെ പറഞ്ഞ് അതൊക്കെ മാറ്റും. പക്ഷെ അവൻ്റെ മനസ്സിൽ നിന്നും അത് ഒഴിവാക്കാൻ പറ്റില്ല. ഇതേ അവസ്ഥ തന്നെ നമ്മളുടെ മനസ്സിലും ഉണ്ടാകാറുണ്ട്. പക്ഷെ അതിനെ നമ്മളൊരല്പം മാറ്റി സഹനശക്തി, സഹനശക്തി എന്ന് പറയുന്നത് നമ്മൾ ക്ഷമയാണ്. സാരമില്ല പോട്ടെ എന്ന് പറയുന്നതാണ്.
എന്ത് വലിയ പ്രയാസമാണ്, എന്നാലും സാരമില്ല പോട്ടെ എന്ന് സഹനശക്തി എന്ന് പറയുന്നത് പിടിച്ചു നിൽക്കാനുള്ള നമ്മുടെ ആ ഒരു കഴിവാണ്. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ആഗ്രഹത്തെ പോകുന്നില്ല, ആ അവസ്ഥയിലോട്ടാണ് വരുന്നത്. അതായത് നമ്മളുടെ മനസ്സിനെ വിജയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അത് പ്രായം, ഒരു പക്വത നമ്മളിലേക്ക് വന്നു കഴിയുമ്പോഴാണ് ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ പൂർണ്ണമായും നമ്മളിലേക്ക് എത്തിയതിന് ശേഷം നമ്മൾ ഇവയെല്ലാം മനസ്സിൽ നിന്നും ഒഴിവാക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കും. അതിന് ഒരു കാര്യം കാണുമ്പോൾ അവയോട് അമിതമായിരിക്കുന്ന ഒരു അഭിനിവേശം നമ്മളുടെ മനസ്സിൽ ഉണ്ടാവാൻ പാടില്ല. അതുണ്ടാവാൻ നമുക്കും ഇതൊക്കെ പറയാം, ഇതൊക്കെ തിരുമേനിക്ക് അവിടെ ഇരുന്നുകൊണ്ട് പുസ്തകം നോക്കിയിരുന്നൊക്കെ പറയാം. നമ്മുടെ പ്രയാസം നമുക്കല്ലേ അറിയത്തുള്ളൂ. ഇതൊന്നും വേണ്ട, സഹനശക്തി വേണം, അല്ലെങ്കിൽ മനോജയം വേണം എന്ന് മനസ്സിനെ ജയിക്കണമെന്നൊന്നും നമുക്ക് വീട്ടിൽ ചെന്നിരുന്ന് പറയാൻ പറ്റത്തില്ല. വീട്ടിൽ നമ്മളോട് കാര്യങ്ങൾ പറയുന്ന സമയത്ത് ആ തലങ്ങളെ മനസ്സിനെ വിജയിക്കുവാൻ ഈ ആധ്യാത്മികവും ഭൗതികതയും രണ്ടും രണ്ടാണ്. ആധ്യാത്മികതയും ഭൗതികതയും രണ്ടും രണ്ടാണ്. ഇവ രണ്ടും ഒന്നാക്കി കൊണ്ടുപോകുവാനുള്ള ഒരു പരിശ്രമമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ ജീവിച്ച് കാണിക്കുന്നതല്ല. അതിനാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. അതിലേക്ക് നമ്മൾ എത്തുമ്പോഴേക്കും ഒരുപാട് കാലമെടുക്കുകയും ചെയ്യും. ആ ത്യാഗം പിന്നെ അതല്ലേ. അപ്പോൾ അങ്ങനെ നമ്മളുടെ മനസ്സിൻ്റെ ആ ഒരു വലിയ തലത്തിലേക്ക്, കാരണം മാനസികമായിരിക്കുന്ന തലത്തിലേക്കും ഇവയെ പ്രായോഗികതയെയും ഒപ്പം ആധ്യാത്മികതയെയും നമ്മൾ ഒരുപോലെയാക്കി മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ഒരു വലിയ പരിശ്രമം നമ്മുടെ മനസ്സിൽ ജീവിതത്തിൽ ഉണ്ടായാൽ അത് ഒരു കാലം കഴിഞ്ഞെങ്കിൽ മാത്രമേ അത് ഫലവത്തായി ഫലിക്കുകയുള്ളൂ. അപ്പോഴേക്കും നമ്മളുടെ ജീവിതത്തിൽ അല്പമേറെ സമയം ചെലവഴിക്കും, ഒരുപാട് കാലം കഴിയുകയും ചെയ്യും. ഇപ്പം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പഠിത്തമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അപ്പോഴത്തേക്കും പഠിത്തത്തിൻ്റെ ആ ഒരു തലത്തിലേക്ക് തീരാറാവുമ്പോഴേക്കും നമ്മളുടെ മനസ്സിൽ പുതിയ ആഗ്രഹങ്ങൾ ഉദിക്കും. ഇല്ലേ, എന്താണ്? ഒരു ജോലിയാകണം. ഒരു ജോലിയായി കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു നല്ല വീടുണ്ടാക്കണം. പിന്നീട് അപ്പോഴത്തേക്ക് ഒരു വിവാഹം കഴിക്കണം, സന്താനങ്ങളായി, അവർക്കും സന്താനങ്ങളായി. അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോൾ നമ്മൾ ആദ്യം തീരുമാനിക്കുന്ന ഒരു കാര്യമുണ്ട്, എല്ലാ ജോലികളെല്ലാം കഴിഞ്ഞ് ഒന്ന് പെൻഷനായിട്ട് സ്വസ്ഥമായിട്ട് എങ്ങോട്ടെങ്കിലും പോയി സ്വസ്ഥമായിട്ടിരിക്കുക എന്ന് ആണ് നമ്മളെല്ലാവരും തീരുമാനിക്കുന്നത്. ഒരാൾക്ക് ഇതുവരെ സാധിക്കാത്തൊരു കാര്യം കൂടാണ്. കാരണം കൊച്ചുമക്കളായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ മക്കളെ പോലെയല്ല കൊച്ചുമക്കളെ നമുക്ക് ഒരു രീതിയിലും ഒഴിവാക്കാൻ പറ്റാത്തതാണെന്നാണ്. മക്കളെയൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വഴക്ക് പറയാം, കൊച്ചുമക്കളെ നമ്മൾ വഴക്ക് പറയുകയില്ല. കാരണം എന്താണ്? അവരോടുള്ള നമ്മളുടെ മനോഭാവം മറ്റൊരു തലത്തിലാണ്. അപ്പോൾ ഒരു സൗഹൃദത്തിൻ്റെതായിരിക്കുന്ന ബന്ധം എപ്പോഴും കൊച്ചുമക്കളോടൊപ്പം നമുക്കുണ്ടാകും. നടേശൻ സാറ് കൊച്ചുമോനെയാന്ന് തോന്നുന്നു എടുത്തുകൊണ്ടിരിക്കുന്നത് തന്നെ, ഇല്ലേ? കാരണം അത്രമാത്രം നമുക്ക് മാനസികമായിരിക്കുന്ന നമ്മളുടേതെന്ന് പറഞ്ഞ് നമുക്കൊരു അഭിമാനം തോന്നുന്ന ഒരു സങ്കല്പമാണ് കൊച്ചുമക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ നമ്മുടെ ജീവിതമൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ കുറച്ചു കാലം സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് പലരും പറയും, ഞാൻ അവിടെ അമ്പലത്തിൽ പോയിരിക്കും, ഇവിടെ അമ്പലത്തിൽ പോയിരിക്കും, ഇപ്പോഴൊന്നും സാധിച്ചിട്ടില്ല, ജോലി ചെയ്ത സമയത്തോ ഒന്നും എനിക്ക് സാധിച്ചില്ല, കുറേ കാര്യങ്ങളൊക്കെ പഠിക്കണം, എന്നിട്ട് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ടിരുന്ന് പെൻഷനൊക്കെ കിട്ടി സ്വസ്ഥമായിട്ട് അവിടെ ഇരിക്കുവാന്ന് വിചാരിക്കും. ഇന്ന് വരെ ഒരാൾക്കും അത് പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം നമ്മളുടെ ജീവിതത്തിൽ വാനപ്രസ്ഥത്തിൽ നിന്നും സന്യാസത്തിലേക്ക് പോകുന്ന ആ ഒരു വഴി നമ്മൾ പകുതിക്ക് വെച്ച് നമ്മളവിടെ നിർത്തും. നമ്മുടെ ജീവിതത്തിൽ ഒന്നിനെയും നമുക്കപ്പോൾ ഒഴിവാക്കാൻ സാധിക്കത്തില്ല. കാരണം ഈ മനസ്സുമായിട്ട് അവയ്ക്കുണ്ടായിരിക്കുന്ന ഒരു വലിയ ബന്ധവും അത് തന്നെയുള്ള ഒരു വലിയ ബന്ധനവും നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഈ വലിയൊരു ബന്ധനം എന്ന് പറയുന്നത് അത് പല തലത്തിലുമാണ്, പല തരത്തിലുമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ മനസ്സിൻ്റെ കാര്യത്തിനോട് പറയുന്നുണ്ട്, നമ്മളുടെ അതായത് ശരത്കാല സമയത്ത് ഈ ജലകണികകളെല്ലാം മുകളിൽ ചെന്ന് അടങ്ങി നിന്നതിന് ശേഷം കാലം കഴിഞ്ഞൊരു കാറ്റ് വീശുമ്പോഴേക്കും ഇവയെല്ലാം മഴയായി നമ്മളിലേക്ക് തന്നെ വരും. അപ്പം നമ്മളുടെ മനസ്സിൽ പണ്ട് പഠിക്കുന്ന സമയത്ത് ചില ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു,
ചിലപ്പോൾ പഴയ കാലത്തുള്ളവർക്കൊക്കെ ഉണ്ടായിരുന്നു ഒരു പഠിച്ച ഒരു ജോലിയൊക്കെ കിട്ടിയിട്ട് വേണമായിരിക്കും നല്ലൊരു വസ്ത്രം മേടിക്കാൻ, അതുപോലെ തന്നെ നല്ല ഒരു വാഹനം മേടിക്കണം, അല്ലെങ്കിൽ നല്ല ടി വി മേടിക്കണം. പണ്ട് കാലത്തൊക്കെ ഒരു ടി വി എന്ന് പറയുന്നത്, പണ്ടൊക്കെ എൻ്റെ സ്ഥലത്ത് 10-50 വീടുകൾക്കിടയിൽ ഒരു വീട്ടിലേ ഉള്ളൂ ടി വി. പണ്ട് മഹാഭാരതമൊക്കെ സീരിയലൊക്കെ വരുന്ന സമയത്തൊക്കെ ആ ഒരു വീട്ടിൽ മാത്രമേ ഉള്ളൂ ടി വി. അപ്പോൾ ടി വി ഒന്ന് വലിയ ആളാണ് ഭരതൻ, ഇന്ന് താമസിച്ചു. NSS എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. വലിയ ആളാണ്, ഗംഭീര മിടുക്കനാണ്. തിരക്കല്ലയോ എന്താണെന്ന് പറയണേ. ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെ രമ മണ്ഡലാത്ത് നമസ്കാരം, പ്രയാഗ് ശിവാനന്ദ് രമ മണ്ഡലത്ത് നമസ്കാരം. അപ്പോൾ അങ്ങനെ ഈ ഒരു വീട്ടിലിരിക്കുന്ന അപ്പോൾ നമ്മൾ പഠിക്കുന്ന കാലത്ത് നമ്മുടെ മനസ്സിലെ ഒരു വലിയ ആഗ്രഹം, നമ്മളുടെ വീട്ടിൽ ഒരു സുശീല നായർ നമസ്കാരം, നമ്മുടെ വീട്ടിൽ ഒരു നല്ല ടി വി മേടിക്കണം, ഇതിരുന്നൊന്ന് കാണണം എന്ന് ഒക്കെയുള്ള ആഗ്രഹങ്ങൾ ഇപ്പോഴും നമ്മളുടെ മനസ്സിൽ ടി വി ഒക്കെ കാണുമ്പോൾ നമുക്കിതൊക്കെ ജീവിതത്തിൽ സാധിച്ചല്ലോ എന്നുള്ളത്, നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊക്കെ നിസ്സാരമാണ്. അവർക്ക് വല്ല ലംബോർഗിനി കാറും അതും അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ സംഭവങ്ങളേ ഉള്ളൂ. നമുക്കൊന്നും ചിന്തിക്കാൻ പോലും അതിനൊക്കെ അപ്പുറമായി മാറി കുട്ടികളുടെ ചിന്താധാരകളും ആഗ്രഹങ്ങളുമൊക്കെ. നമുക്ക് ആ വഴിയിലൂടെ ഒന്ന് അല്പം കൂടി സൈഡിൽ കൂടെ പോലും ഒന്ന് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. അത്രമാത്രം സ്പീഡാണ് അതിന്. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ കുട്ടിക്കാലത്ത് മനസ്സിലുണ്ടാക്കി വെച്ചിരുന്ന ചില ആഗ്രഹങ്ങൾ, ലതാമാം നമസ്കാരം, നമ്മുടെ മനസ്സിലുണ്ടാക്കി വെച്ചിരുന്ന ചില ആഗ്രഹങ്ങൾ, അത് ജോലി കിട്ടി ആയി കഴിയുമ്പോൾ ഇവയെല്ലാം നടപ്പിലാക്കാൻ ശ്രമിക്കും. നടപ്പിലാക്കി ഓരോ കാര്യങ്ങളും നടപ്പിലാക്കി വന്നു കഴിയുമ്പോൾ ഇവയിൽ നിന്നുള്ള ഒരു വിടുതൽ നമുക്ക് പ്രയാസമാണ്. നമ്മൾ പറയും വിവാഹമൊക്കെ കഴിച്ച് കുട്ടികളായി എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ സ്വസ്ഥമായിട്ട് ഇനിയും വീട്ടിലിരുന്ന് നാമം ജപിച്ച് പ്രാർത്ഥിക്കണം. ഇപ്പം ലതമാമൊക്കെ കാനഡയ്ക്ക് പോയിരിക്കുകയാണ് മോൻ്റെ അടുക്കലേക്ക്. എന്താണ് ഈ കൊച്ചുമക്കളോടുള്ള മാനസികമായ ബന്ധമാണ്, മക്കളോടല്ല കൊച്ചുമക്കളോടുള്ള മാനസികമായ ബന്ധം. അവിടെ ഇരുന്നാണ് ഇപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ ഈ എന്തിനേയും ഒഴിവാക്കാനായിട്ടുള്ള ഒരു പരിശ്രമം നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് പ്രായോഗികമായിട്ട് ഉണ്ടാവാറില്ല. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നാണ് നമ്മളോട് പറയുന്നത്, അവനവൻ്റെ ശത്രു അവനവൻ്റെ മനസ്സിലുള്ള ചില സങ്കല്പങ്ങളാണ്. അപ്പോൾ അവനവൻ്റെ മനസ്സിലുള്ള ചില സങ്കല്പങ്ങൾ എപ്പോഴും അവനെ തോൽപ്പിച്ചുകൊണ്ടിരിക്കും. ജീവിതത്തിൽ ഇതിൽ നിന്ന് മാറ്റങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് വൈകിട്ട് കിടന്നുറങ്ങുന്ന നമ്മൾ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ അപ്പോഴത്തെ സാഹചര്യങ്ങൾ നമ്മളിലേക്ക് ഒരുപാട് ചുമതലകൾ കൊണ്ടെത്തിക്കും. രാവിലെ എഴുന്നേറ്റ് നാളെ മുതൽ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിഷ്ണു സഹസ്രനാമം മുതൽ അങ്ങോട്ട് തുടങ്ങുക. വിഷ്ണു സഹസ്രനാമം ജപിക്കുക, പിന്നെ നാരായണി എടുത്ത് വെച്ച് വായിക്കുക, പിന്നെ കുറച്ച് നേരം ഇരുന്ന് രാമായണം വായിക്കുക, ഭാഗവതം വായിക്കുക, കഥകളെ പറ്റിയൊക്കെ വായിക്കുക, കുറേ അറിവുകൾ ഉണ്ടാക്കാൻ പോവുകയാണ് എന്ന് വിചാരിച്ച് വൈകിട്ട് കിടന്നുറങ്ങും. രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കണം. 5 മണിക്ക് എഴുന്നേറ്റിട്ട്, കാരണം എന്താണ് 5 മണിക്ക്? കാരണം 8 മണിയാകുമ്പോൾ മക്കൾക്ക്, മോനും മരുമോക്കും ഒക്കെ ജോലിക്ക് പോകണം. ജോലിക്ക് പോകുമ്പോഴത്തേക്ക് അവർക്ക് ഫുഡ് വേണം, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വേണം. ഇതെല്ലാം തയ്യാറാക്കിയൊക്കെ വെച്ച് എല്ലാം കഴിഞ്ഞിട്ട് 8 മണിയാകുമ്പോൾ മോനും മരുമോളും കൂടി പോകുന്നതിന് തൊട്ട് മുമ്പ് എന്ത് ചെയ്യും? അവർ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും ഒരു ഗിഫ്റ്റിനെ കൊടുത്തിരിക്കും. എന്താണ്? ഒരു കുഞ്ഞിനെ കൊടുത്തിരിക്കും. ഈ കുഞ്ഞിനെ വേണം പിന്നെ വൈകുന്നേരം വരെ ഈ അപ്പൂപ്പനും അമ്മൂമ്മയും വേണം നോക്കാൻ. ശരിക്കും ഇന്നത്തെ പ്രായമായവരുടെ ഏറ്റവും വലിയ ജോലി എന്ന് പറയുന്നത് ബേബി സിറ്റിംഗാണ്. കാരണം എന്താണ്? പണ്ട് കാലത്ത് 5-10 മക്കളുള്ളവർക്കൊന്നും ഒരു ബേബി സിറ്റിങ്ങും ഇല്ലായിരുന്നു. ഇന്നത്തെ പോലെ ഒരു സൗകര്യങ്ങളുമില്ലായിരുന്നു. പക്ഷേ ആ കുട്ടികൾ വെളിയിലിറങ്ങി കളിച്ച്, കൂട്ടുകാരോടൊപ്പം കളിച്ച് നടന്ന് അവർ ജീവിതത്തിൽ വിജയിച്ചവരാണ്. ഇന്നത്തെ കുട്ടികൾക്കാണെങ്കിൽ അതല്ല. അവരെ ഒരു 4 ഭിത്തിക്കിടയിലുള്ള ഒരു വീടിനകത്താണ് അവരുടെ ജീവിതം. അപ്പൂപ്പനും അമ്മൂമ്മയും മാറിയും തിരിഞ്ഞും എടുത്തുകൊണ്ട് അവർ പരസ്പരം നെടുവീർപ്പെടുകയാണ്. കാരണം എന്താണ്? ഈ വയസ്സാം കാലത്ത് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു ജോലി ഇതാണ്. എന്താണ്? കുഞ്ഞിനെ നോക്കിക്കൊണ്ട് അവിടെ ഇരിക്കുക. അവർക്ക് എപ്പോഴും ഇതൊരു ആനന്ദമാണ്, സന്തോഷമാണെന്നൊക്കെ അവർ പുറത്തു പറയുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ
ജീവിതത്തിൽ ഇത്രയും കാലം അനുഭവിച്ച പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഒരു കൃത്യമായിരിക്കുന്ന ഒരു സ്വാതന്ത്ര്യത്തോടു കൂടിയുള്ള ഒരു വിശ്രമാവസ്ഥ ഒരിക്കലും പ്രായമായവർക്ക് ഇന്നത്തെ കാലത്ത് കിട്ടാറില്ല എന്നുള്ളതാണ്. അതെ, ഇന്ന് ഒരു കുട്ടിയെ പോലും നമുക്ക് നോക്കുവാൻ പ്രയാസമായിരിക്കുന്ന കാലമാണ്. കാരണം സൗകര്യങ്ങളും സാഹചര്യങ്ങളുമൊക്കെ ഇന്ന് കൂടുതലും അനുകൂലവുമാണെങ്കിൽ പോലും ഇന്ന് ഏത് കാര്യമുണ്ടെങ്കിലും അതിനെന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അപ്പോൾ മറുപടി പറയാവുന്ന ഗൂഗിൾ എന്ന ആൾ ഉള്ളപ്പോൾ പോലും നമുക്ക് ഇന്ന് പ്രായോഗിക തലത്തിൽ ഇന്ന് ഇവയെല്ലാം വളരെ പ്രയാസകരമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് നമ്മളുടെ മനസ്സിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകുവാൻ പലപ്പോഴും നമുക്ക് സാധിക്കാതെ വരുന്നതിൻ്റെ പ്രായോഗിക കാര്യമെന്ന് പറയുന്നത് മനസ്സിൻ്റെ ആഗ്രഹങ്ങളെ നമുക്ക് പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതിന് കാരണം മനസ്സിൻ്റെ പലവിധ സങ്കല്പങ്ങളാണ്. അപ്പോൾ പലവിധ സങ്കല്പങ്ങളാണ് എപ്പോഴും നമ്മളുടെ മനസ്സിൻ്റെ ശത്രുവായിട്ട് നിൽക്കുന്നത്. കാരണം ഇനിയും ഇത് ചെയ്യണം, കൂട്ടുകുടുംബമായിരുന്നപ്പോൾ ജോലി ചെയ്യാൻ ഇതൊക്കെ ഉണ്ട്, റോബോട്ടും ഒക്കെ ഉണ്ട്. അപ്പൂപ്പൻ്റെ അമ്മൂമ്മയാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ റോബോട്ട് എന്ന് പറയുന്നത്. കുഞ്ഞ് ഓടല്ലേ എന്നാണ് അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെയും വിചാരം. കാരണം എന്താണ്? ഓടിയാൽ അതുപോലെ കൂടെ ഓടാൻ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയ്ക്കും പ്രയാസമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ മനസ്സിൻ്റെ പല വിധത്തിലുള്ള സങ്കല്പങ്ങൾ, അത് പൂർണ്ണതയിലെ ആ മനസ്സിൻ്റെ സങ്കല്പങ്ങളാണ് എപ്പോഴും മനസ്സിന് ശത്രുവായി നിൽക്കുന്നത്. ഇവ മനസ്സിൽ പുതിയ പുതിയ സങ്കല്പങ്ങളും രീതികളും ശൈലികളും ഉണ്ടാക്കുമ്പോൾ ഇവയെല്ലാം പ്രായോഗികതയിൽ കൊണ്ടുവരുവാനുള്ള പ്രയത്നം നമ്മുടെ ശരീരം ഉണ്ടാക്കും. ചമ്മ എന്നുള്ള പോസ്റ്റിനെ മരുമക്കൾ പേര് പോസ്റ്റിനെ അതൊന്ന് പൂർണ്ണമായിട്ട് അങ്ങോട്ട് കിട്ടിയില്ല. രമമാൻ പറഞ്ഞത് എന്താണെന്ന് പൂർണ്ണമായിട്ട് കിട്ടിയില്ല. അപ്പോൾ എങ്കിൽ പോലും നമ്മൾ മനസ്സിനെ കീഴ്പ്പെടുത്തുന്ന അങ്ങനെ, അതുകൊണ്ട് എന്ത് ചെയ്യണം? നിൻ്റെ മനസ്സിലുള്ള എണ്ണമറ്റ ആഗ്രഹങ്ങളെ പരിത്യജിച്ച് ആനന്ദമാകുന്ന ആയുധത്താൽ ആശാനിബദ്ധമായിരിക്കുന്ന മനസ്സിനെ വെട്ടിമുറിച്ച് അനശ്വരവും ശുദ്ധവും ദിവ്യവുമായിരിക്കുന്ന സച്ചിദാനന്ദ സൗഖ്യത്തെ നീ ആസ്വദിച്ചാലുമെന്ന് രാമനോട് വസിഷ്ഠൻ പറഞ്ഞിരിക്കുന്നു. ഈ വസിഷ്ഠ മഹർഷി രാമനോട് ഈ പറഞ്ഞ പ്രായോഗിക ദിവ്യ ഔഷധം നമ്മളുടെ ജീവിതത്തിൽ ഇവ നമ്മളിൽ തന്നെ ഉണ്ട് എന്ന് നമുക്കറിയാം. എപ്പോഴെങ്കിലും നമുക്കത് സാധിച്ചിട്ടുണ്ടോ? കാരണം ഇപ്പോഴും നമുക്കുണ്ട്, നമ്മളുടെ പേരിൽ ഇത്ര FD ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കൃത്യമായിട്ട് വേണ്ട രീതിയിൽ ചെയ്യണം. അതിന് എന്തൊക്കെ വേണം എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമാകാത്ത പല കുടുംബങ്ങളിലും ഇപ്പോഴും മാതാപിതാക്കളിലുള്ള മക്കളുടെ ശ്രദ്ധ എന്ന് പറയുന്നത് ഈ സമ്പത്തിനെയാണ്. കാരണം മക്കളെന്ന് പറയുന്നതിനകത്തിൽ ഒരു കൊടുക്കൽ വാങ്ങലുകളുമായി ബന്ധപ്പെട്ട തലത്തിലേക്കായി മാറ്റപ്പെട്ടു. നമ്മൾ കണ്ടതാണ്, 40 ദിവസം പ്രായമായ കുഞ്ഞിനെയാണ് അച്ഛൻ കൊന്നുകളഞ്ഞത് എന്നുള്ളതാണ്. കാരണം എവിടെയാണ് ഇതിൻ്റെ പ്രായോഗികമായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് ചോദിക്കുമ്പോൾ, യഥാർത്ഥമായിരിക്കുന്ന സ്നേഹബന്ധങ്ങളുടെ അതെ, അമ്മമാർക്ക് തീരെ റെസ്റ്റ് ഇല്ല എന്നുള്ള, മക്കളൊന്നും കാണണ്ടായിരുന്നു. മക്കളൊക്കെ ഇത് കാണുമ്പോൾ ഒരു പക്ഷേ നമ്മളുടെ മക്കൾ നമ്മൾ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കണമെന്നില്ല. നമ്മളുടെ മക്കൾ അവരുടെ സ്വർഗലോകത്ത്, അവരുടെ സ്വപ്നലോകത്ത് കൂടുതൽ വെട്ടിപ്പിടിക്കുവാനായി അവർ പോകുമ്പോൾ അവരൊരിക്കലും ചിന്തിക്കുന്നില്ല അവരുടെ മാതാപിതാക്കൾ അവർക്ക് കൊടുത്ത സ്നേഹത്തിൻ്റെ 10-1 പോലും തങ്ങളുടെ മക്കൾക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല എന്ന് അവരറിയുന്നില്ല. പഠിക്കണ്ടേ, ജോലിക്ക് പോകണ്ടേ എന്നൊക്കെ ചോദിക്കും. അതൊക്കെ വേണം, ഇതൊന്നും വേണ്ട എന്നൊരിക്കലും നമ്മൾ പറയില്ല. അതെല്ലാം ഓരോരുത്തരുടെയും വ്യക്തിപരമായിരിക്കുന്ന കാര്യമാണ്. 2, 4, 10 മക്കളുള്ളവരെയും നമ്മളുടെ മാതാപിതാക്കളായിട്ടുള്ളവർ അവർ നന്നായിട്ടാണ് അവരെ നോക്കിയത്. ഒരു കുറവും ഉണ്ടാക്കിയിട്ടില്ല. നമ്മുടെ മാതാപിതാക്കൾ ഒരിക്കലും നമുക്കൊരു കുറവുണ്ടാക്കിയിട്ടില്ല. നമ്മളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അങ്ങനെ തന്നെ അവർ ചെയ്തു തന്നിട്ടുണ്ട്. നിർബന്ധത്തിനല്ല, മറിച്ച് മക്കൾക്ക് എന്താണ് വേണ്ടതെന്ന് മാതാപിതാക്കൾ അറിയണം.
മക്കൾക്ക് എന്താണ് വേണ്ടതെന്ന് മാതാപിതാക്കൾ അറിഞ്ഞ് അവർ ചെയ്യുന്നതാണ് തയ്യാറാവുന്നത്. മക്കൾ പറഞ്ഞിട്ടല്ല മാതാപിതാക്കൾ അറിയുന്നത്. ഇന്നത്തെ കാലം അങ്ങനെയാണ്. മക്കളാണ് തീരുമാനിക്കുന്നത് എന്ത് വേണം, എങ്ങനെ വേണം, ഏതു വിധത്തിൽ വേണമെന്നുള്ളത്. അപ്പോൾ മക്കൾ അവരുടെ ബുദ്ധിക്ക് അനുസരിച്ചുള്ളതിനെയും അവർ കണ്ടുവരുന്ന തലങ്ങളെയും മാത്രമാണ് പറയുന്നത്. കാരണം അതിന് നമ്മൾ പറയാം, ഒരു പക്ഷേ നമ്മൾ പറഞ്ഞാൽ നമ്മുടെ മക്കൾ അതുപോലെയൊന്നും അനുസരിക്കണം എന്നില്ല. നമ്മൾ പറഞ്ഞാൽ നമ്മുടെ മക്കൾ അനുസരിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ വളർത്തിയത് നന്നായിരുന്നില്ല എന്ന് തന്നെ ചിന്തിക്കണം. ഒരു മാതാപിതാക്കളും അത് അംഗീകരിക്കില്ലെന്നും എനിക്കറിയാം. പക്ഷേ എങ്കിൽ പോലും ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എത്രത്തോളം വലിയ ഉയരത്തിൽ നമ്മൾ ചെന്നെത്തി എന്ന് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ സമ്പത്ത് കൊണ്ടും സ്ഥാനം കൊണ്ടും ഒക്കെയാണ്. ഇതൊന്നുമല്ല ജീവിതത്തിൽ എന്ന് ഈ സമ്പത്തും സ്ഥാനവും ഒക്കെ നമ്മളെ പഠിപ്പിക്കും. വലിയ ഉയർന്ന സ്ഥാനത്തിരുന്നവരെല്ലാം ഇന്ന് വളരെയധികം ശൂന്യതയിലേക്ക് പോയിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, ഇല്ലേ? ഒരിക്കലും അങ്ങനെ ആകണം എന്നല്ല പറയുന്നത്. മറിച്ച് അവരവരുടേതായിരിക്കുന്ന മാനസികമായിരിക്കുന്ന സംതൃപ്തികൾക്ക്, അവരവരുടേതായിരിക്കുന്ന മനസ്സിന് അവരവരുടേതായിരിക്കുന്ന സംതൃപ്തികളുണ്ട് എന്നുള്ള ആ ഒരു തിരിച്ചറിവിനെ നമ്മൾ മറന്നു കളയരുത്. ഒരിക്കലും നമ്മളുടെ മനസ്സിനെ ഒരു പൂർണ്ണത എത്തിക്കാതെ ഇരിക്കരുത്. മനസ്സിൽ ഒരുപാട് ചിന്തകൾ ഒരിക്കൽ കുറേ കാലമായി ഒരമ്മ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. അമ്മയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു ഗുരുവായൂർ അമ്പലത്തിൽ 7 ദിവസം ഭജനമിരിക്കുക എന്നുള്ളത്. ജോലി സമയത്തൊന്നും അമ്മയ്ക്ക് സാധിച്ചില്ല. അപ്പോൾ പെൻഷനായി കഴിയുമ്പോൾ അങ്ങനെ 7 ദിവസം പോയി ഭജനം ഇരിക്കാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ പെൻഷനായപ്പോഴേക്കും കൊച്ചുമക്കളായി. അപ്പോഴാണ് മരുമകൾക്ക് കൂടി ജോലി കിട്ടിയത്. അപ്പോൾ മരുമകൾക്ക് കൂടി ജോലി കിട്ടിക്കഴിഞ്ഞ് അപ്പോൾ ഒരല്പം കൂടി ദൂരെയുള്ള സ്ഥലത്തേക്ക് പോയി. അപ്പോൾ ഇവിടെ നിന്നും അച്ഛനോടൊപ്പം ഉണ്ടായിരുന്ന അമ്മയെയും കൂടി ആ മകൾ കൊണ്ടുപോയി. അച്ഛൻ മകൻ്റെ കൂടെയും അമ്മ മകളുടെയും കൂടെ. അപ്പോൾ മകളുടെ കൂടെ അമ്മ പോയിരിക്കുന്നത് അവിടെ ചെന്ന് ഈ കുഞ്ഞിനെ നോക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഒരു ദിവസം അച്ഛൻ അവിടെ ചെന്ന്, അച്ഛൻ അമ്മയെ കാണാൻ അവിടെ ചെന്നു, കുഞ്ഞിനെ കാണാൻ ചെല്ലുകയാണെന്നാണ് പറയുന്നത്. 10, 40, 50 വർഷക്കാലം ഒരുമിച്ച് ജീവിച്ചിരുന്നവരെ ഒരു ദാക്ഷിണ്യവുമില്ലാതെയാണ് മകൾ വന്ന് വിളിച്ചു, അമ്മ എൻ്റെ കൂടെ വരണം. അപ്പോൾ അച്ഛനെയും കൂടെ കൊണ്ടുപോകാൻ വേണ്ട, അച്ഛൻ 2 പേരൂടെ വന്നു കഴിഞ്ഞാൽ അവിടെ സ്ഥലമില്ല, അമ്മ മാത്രം വന്നാൽ മതി. കാരണം അമ്മ സോഫയിൽ കിടന്നോളും. ആകെ 1 ബെഡ്റൂം ഹാളാണ്. 1 ബെഡ്റൂം ഹാളിനകത്ത് 1 ബെഡ്റൂം അവർക്കങ്ങ് പോയി. പിന്നുള്ളത് ഒരു നല്ല സോഫയാണ്. അപ്പോൾ രാവിലെ ഏറ്റവും താമസിച്ച സോഫയിൽ കിടക്കുന്ന ആൾക്ക് കിടക്കാൻ പറ്റത്തുള്ളൂ. അമ്മ ഡൈനിങ് ടേബിളിലെ കസേരയിൽ ഇരുന്നുറങ്ങും. അവസാനം കൈകുത്തിയിരുന്നുറങ്ങും. പല രീതിയിലൊക്കെ അമ്മ ഉറങ്ങിയൊക്കെ നോക്കും. എല്ലാവരും സ്വസ്ഥതയായിട്ട് അവരവരുടെ മുറിയിലേക്ക് പോകുമ്പോൾ അമ്മ ചെന്ന് ആ സോഫയിൽ കിടക്കും. എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഈ സോഫയിൽ കിടക്കുന്ന ആളിന് എഴുന്നേറ്റേ പറ്റത്തുള്ളൂ. സ്വാഭാവികമായിട്ടും അപ്പോൾ വേണം അമ്മ പോയി മക്കൾ വരുമ്പോഴത്തേക്ക് ഒരു ഗ്ലാസ് ചായയൊക്കെ. അമ്മയുള്ളപ്പോൾ പിന്നെ ഞാൻ ഇതെന്തിനാണ് അടുക്കളയിൽ കയറുന്നത്? 2 പേരുടെ അടുക്കളയിൽ കയറാൻ സ്ഥലമില്ല. അമ്മയ്ക്കാകുമ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്നത്, അമ്മ ഉണ്ടാക്കുന്നതാണ് ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടം. അതുകൂടെ കേട്ടപ്പോഴത്തേക്ക് അമ്മയ്ക്ക് അറിയാമല്ലോ, ഇത് വളർന്നപ്പോൾ മുതൽ അമ്മ ഇതിനെ കാണുന്നതായതുകൊണ്ട് അമ്മയ്ക്ക് മനസ്സിലായി. ഇത്രയും കാലം എനിക്ക് തോന്നുന്നു ആ അച്ഛൻ അമ്മയെ കാണാൻ അവിടെ ചെന്നിട്ട് അമ്മ മകളോട് പറഞ്ഞു, അമ്മയെ കൊണ്ട് ഞാൻ പോവാണ്, ഞങ്ങൾക്ക് ഗുരുവായൂർ അമ്പലത്തിൽ കുറച്ച് ദിവസം ഭജനം ഇരിക്കണം, അതുകൊണ്ട് അമ്മയും കൊണ്ട് പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ആ മകൾ ചെയ്തത്, അതിനെന്താ പൊയ്ക്കോളൂ, പോകുമ്പോൾ കുഞ്ഞിനെയും കൂടെ കൊണ്ടുപോയിട്ട് ഗുരുവായൂർ അവനെ ഒന്ന് തൊഴിക്കാമെന്ന് എനിക്കും ഒരു നേർച്ചയുണ്ടായിരുന്നു, അതുകൊണ്ട് അതും ഇതുകൂടെ ആകുമ്പോൾ അങ്ങ് നടക്കുമല്ലോ എന്ന് പറഞ്ഞ് ആ അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും കൂടി കൊച്ചുമകനെയും കൂടി വിട്ടു. കൊച്ചുമകൻ ഒരു കൊച്ചു കുഞ്ഞിനെയും കൊണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ പോയി ഭജനം ഇരിക്കാൻ പ്രായോഗികമായിട്ട് എങ്ങനെ സാധിക്കും? പോയി ഗുരുവായൂർ അമ്പലത്തിൽ പോയി ചെന്നു, തൊഴുതു, അടുത്ത വണ്ടിക്ക് തിരിച്ച് വീട്ടിൽ വന്നു. അവിടെ ഗുരുവായൂരപ്പൻ്റെ നടയിൽ, ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ തൻ്റെ മനസ്സിൻ്റെ ആ ആഗ്രഹം അമ്മ അവിടെ വെച്ചിട്ടാണ് വന്നത്. ഈ അമ്മയുടെ ആഗ്രഹം കാണാൻ ഒരു പക്ഷേ ആർക്കും സാധിക്കില്ല. എന്നോട് തുറന്നു പറഞ്ഞൊരു കാര്യമാണ് അമ്മ. പലപ്പോഴും എന്തെങ്കിലും വിളിച്ച് എന്തെങ്കിലുമൊക്കെ പ്രതിഷേധങ്ങളും ഒക്കെ പറയാനൊക്കെ ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് പറയാറുണ്ട്, കേൾക്കാറുമുണ്ട്, കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യും.
അമ്മയുടെ ആ ഒരു മാനസികമായിരിക്കുന്ന പ്രയാസം തുറന്നു പറയുവാൻ ഒരു പക്ഷേ ആരുമില്ല, തുറന്നു പറയാൻ ഒരിക്കൽ പറ്റാതെ വരുന്നു എന്ന് തോന്നരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഗുരുവായൂരപ്പൻ ഒരു 100 ഭജനം ഇരിക്കുന്നതിൻ്റെ ഫലം ആ അമ്മയ്ക്ക് നൽകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ആ അമ്മയുടെ മനസ്സിൻ്റെ ഒരു ആഗ്രഹത്തെ നിറവേറ്റുവാൻ ആ മക്കൾക്ക് ഒരാഴ്ച ലീവ് എടുക്കാൻ പറ്റാഴികയല്ല. എല്ലാ കാര്യങ്ങൾക്കും മക്കൾക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങൾ ചെയ്യുന്ന മാതാപിതാക്കൾ അവരെ മറ്റൊരു തലത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനുമൊക്കെ ഉള്ള മുൻകരുതലുകൾ അവർ കണ്ടെത്തി മുന്നോട്ട് പോകണം. മാതാപിതാക്കളെ കണ്ടുകൊണ്ട് മക്കളെ പ്രസവിച്ച് വളർത്താം എന്ന് വിചാരിക്കുന്ന മാതാപിതാക്കളാണ് ഇന്നത്തെ ഉള്ളത്. അപ്പോൾ ഇവയെല്ലാം മനസ്സിൻ്റെ ആഗ്രഹങ്ങളെ പൂർണ്ണതയിലേക്ക് എത്തിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ മനസ്സിൽ നിന്നും ഈ ആഗ്രഹങ്ങളെ പാടെ തുടച്ചു മാറ്റണം എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ മനസ്സിന് അങ്ങനെയുള്ള ആ തലത്തിലുള്ള അവസ്ഥയിലേക്ക് വരുന്നതിന് എന്താണ് കാരണം എന്ന് മക്കളെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി വളർത്തണം. മക്കളെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി വളർത്തിയാലും അമ്മേ, ഒരുപക്ഷെ എൻ്റെ അമ്മയുടെ പ്രായമുണ്ട് അമ്മയ്ക്ക്, മനസ്സിലാക്കിയാൽ ആ കുട്ടികൾ പുതിയ സാഹചര്യത്തിൽ ചെല്ലുമ്പോൾ ഈ ബുദ്ധിമുട്ടുകളെ ഒരിക്കലും ഉൾക്കൊള്ളത്തില്ല. ആ ഉൾക്കൊള്ളൽ ഉണ്ടാകാം, ഇല്ല എന്ന് പൂർണ്ണമായിട്ടും ഇല്ല എന്നല്ല പറഞ്ഞത്. പക്ഷേ അത് ഒരു പക്ഷേ ഒരമ്മയും ഒരമ്മൂമ്മയുമായിരിക്കുന്ന തലത്തിൽ അമ്മ മാനസികമായി ചിന്തിച്ചാൽ ഒരു പക്ഷേ അമ്മയ്ക്കത് ഉൾക്കൊള്ളുവാൻ സാധിക്കും. നമുക്കൊരു പക്ഷേ തുറന്ന് പറയാനൊന്നും അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ നമ്മുടെ മനസ്സിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം അജ്ഞാനമാണ്, അജ്ഞതയാണ് എന്നാണ് പറയുക. അപ്പം ഈ വാക്കൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വിചാരിക്കും ഇത് ഏതാണ്ട് ഭയങ്കര സാധനമാണ്, ഇത് ഭയങ്കര ഇതാണ്. പക്ഷേ ഈ അജ്ഞാനമെന്നും ജ്ഞാനമെന്നും ഒക്കെയുള്ള ചില വാക്കുകളിൽ സുന്ദരമായിരിക്കുന്ന നല്ല മുട്ടായി കടലാസുകളിൽ, വർണ്ണക്കടലാസുകളിൽ പൊതിഞ്ഞ മുട്ടായി പോലെയാണ് എന്ന് ചിന്തിക്കണം. നല്ല വർണ്ണക്കടലാസുകളിൽ പൊതിഞ്ഞ മുട്ടായി പോലെ ഇതിനകത്തേത് അതിമധുരമുള്ളതാണ് അജ്ഞാനമെന്ന വാക്കും ജ്ഞാനമെന്ന വാക്കും എന്ന് നമ്മൾ ചിന്തിക്കണം. അതിനെന്ത് ചെയ്യണം? യഥാർത്ഥമായിരിക്കുന്ന ആത്മശാന്തി നേടണമെങ്കിൽ മനസ്സിനെ ബാധിച്ചിരിക്കുന്ന അവിദ്യയെ നമ്മൾ കണ്ടെത്തി ഇല്ലാതാക്കണം. അപ്പോൾ അജ്ഞാനം എന്ന് പറയുന്നത് എന്താണെന്നും ആ അജ്ഞാനത്തിൻ്റെ ഭാവവ്യത്യാസങ്ങൾ അല്ലെങ്കിൽ അജ്ഞാനത്തിൻ്റെ വ്യത്യാസങ്ങളും ജ്ഞാനത്തിൻ്റെ വ്യത്യാസങ്ങളും എങ്ങനെ സാധാരണക്കാരന് മനസ്സിലാകും? എന്നിൽ അജ്ഞാനമുണ്ടെന്നും ജ്ഞാനമുണ്ടെന്നും ഒക്കെ ഞാൻ എങ്ങനെ മനസ്സിലാവും? ഞാനൊരു സാധാരണക്കാരനല്ലേ. അപ്പോൾ എന്താണ് അതിനുള്ള കാര്യം, അല്ലെങ്കിൽ അതിനെന്താണ് ഒരു മാർഗം എന്ന് വസിഷ്ഠ മഹർഷിയോട് രാമൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് രാമനോട് പറയുന്നുണ്ട്, 2 തലങ്ങളുണ്ട്, ജ്ഞാനമെന്നും അജ്ഞാനമെന്നും. ജ്ഞാനത്തിന് 7 തലങ്ങൾ ഉണ്ട്, അജ്ഞാനത്തിനും 7 തലങ്ങൾ ഉണ്ട്. തീർച്ചയായിട്ടും അമ്മ പറഞ്ഞ അഭിപ്രായം, നമ്മളിതൊരു കുടുംബമായി നിൽക്കുന്നവരാണ്. നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ചർച്ചയിൽ ഞാനൊരു പ്രഭാഷണം നടത്തുന്നു, ബാക്കിയുള്ളവരെല്ലാം മിണ്ടാതെ കേട്ടോണ്ടിരിക്കുന്നു എന്നുള്ളതല്ല. ഒരു പക്ഷേ എന്നേക്കാൾ ശ്രീ നടേശൻ സാറൊക്കെ ഈ പുസ്തകം വായിച്ച ആൾക്കാരാണ്, എന്നേക്കാൾ ഇതിനെപ്പറ്റി ധാരണയുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരോട് മുമ്പിൽ ഇരുന്നത് പറയുന്നത് അദ്ദേഹം പറയുമ്പോഴാണ് അറിയുന്നത് അദ്ദേഹം ഇത് വായിച്ചിട്ടുള്ളതാണ്. അപ്പം അത് കൂടുതൽ എന്നേക്കാൾ അറിവുള്ളവർ ഇതിനകത്തിലുണ്ട് എന്നുള്ള ബോധ്യമുണ്ട്. പക്ഷേ നമ്മളിതെല്ലാം ഒരു കുടുംബം പോലെ ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യുന്ന തലത്തിലാണ് നമ്മളിത് കൊണ്ടുപോകുന്നത്. അത് അമ്മയ്ക്ക് ഇത്രയും കാലം കൊണ്ട് അത് മനസ്സിലായി കാണുമെന്ന് എനിക്കറിയാം. അമ്മ പറഞ്ഞതിനെ 100% ഞാൻ അതിനെ ഉൾക്കൊണ്ടത് കൊണ്ടാണ് പറഞ്ഞത്. നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും ഈ ജ്ഞാനത്തെയും അജ്ഞാനത്തെയും നമ്മൾ മനസ്സിലാക്കണമെന്നാണ്. അപ്പം അജ്ഞാനത്തിനും ജ്ഞാനത്തിനും 7 തലങ്ങൾ ഉണ്ട്. അപ്പം ഈ 7 തലങ്ങളെ ആശാപാശം എന്നാണോ ഉദ്ദേശിച്ചത്? രമമാം ഉദ്ദേശിച്ചത് ആശാപാശം എന്നാണോ? ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ നമുക്ക് തോന്നും അത് ഇംഗ്ലീഷിൽ ഇങ്ങനെ വായിക്കുന്നു, നമ്മൾ പറയുമായുണ്ട്. പക്ഷെ വായിക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ അങ്ങനെ തന്നെ വരണമെന്നില്ല. അതാണ് അതിനകത്തിലെ ബുദ്ധിമുട്ട്. അപ്പം നമ്മൾക്ക്
ഉള്ളിലുള്ള ജ്ഞാനത്തെയും അജ്ഞാനത്തെയും നമുക്ക് എങ്ങനെ കാണാൻ സാധിക്കും? അതിന് ഈ 7 തലങ്ങളെ നമ്മൾ ആശാവശം അപ്പം മനസ്സിലാക്കണം. അതിന് 7 തലങ്ങൾ ഉണ്ട്. ഈ 7 തലങ്ങളെ നമുക്ക് നാളെ ചിന്തിക്കാം. അപ്പോൾ ഈ 7 തലങ്ങൾ, ഈ 7 നമ്മൾ പ്രത്യേകം ഓരോന്നോരോന്ന് പറഞ്ഞ് വേണം, എന്നെങ്കിലേ അത് നിങ്ങൾക്കും മനസ്സിലാവത്തുള്ളൂ, പറയുന്ന എനിക്കും മനസ്സിലാവത്തുള്ളൂ. നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് പറയുന്നതിനേക്കാൾ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴാണ് അത് പൂർണ്ണമായിട്ട് എനിക്ക് മനസ്സിലാകുന്നതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല ശുഭരാത്രി നേർന്നുകൊണ്ട് നാളെ വൈകിട്ട് നമുക്കിതുപോലെ ഇരിക്കാം. എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. ശുഭരാത്രി.